ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ കൈവിശ്യം കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവിശിക്ക്. ഓക്കെ, എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. നട്ടിലൊക്കെ നിവർത്തി ഒന്ന് നിവർന്നിരിക്കുക. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ കൈവിശി കാണിച്ചേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം എഴുതിയവരാരൊക്കെയാ കൈവിശിക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീറ്റ കമ്പ്യൂട്ടർ ആണോ? എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നു അല്ലെ? 5 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ഈസി ആയിരുന്നു പിള്ളേരൊക്കെ. ഓക്കെ മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ക്ലാസ് ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകളെല്ലാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. എല്ലാവരോടും കയറാൻ പറയാം. അവരും കൂടി പഠിച്ചോട്ടെ. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പൊ അവരും കൂടി പഠിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ വേഗം തന്നെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. അവരോടും കയറാൻ പറഞ്ഞോളൂ കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ കയറാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഒരു കാര്യം പറഞ്ഞാലോ. നമ്മുടെ ക്ലാസ് ഫുള്ള് കേട്ടാലാണ് നമുക്കത് ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയക്കും. അതിലൊരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 10 ക്വസ്റ്റ്യൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണോ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആൻസർ ശരിയായിരിക്കണം. അത് വളരെ ഫാസ്റ്റ് ആയിട്ട്. പ്രൈസ് വേണമെങ്കിൽ ക്ലാസ് ഫുള്ള് കേൾക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചാപ്റ്ററുകൾ നോക്കാം. നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി നമുക്ക് എന്താണ്, നമുക്ക് മൊത്തമായിട്ട് 11 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ഫസ്റ്റ് സന്തോഷ വാർത്ത പറയാം സാറേ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കില്ല. മക്കളെ ശ്രദ്ധിക്കുക, 10ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇല്ല. അപ്പൊ നമുക്ക് 11 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നമുക്ക് ആ 11 ചാപ്റ്റർ നോക്കാലോ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇല്ല എന്നുള്ളത് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ തന്നെ. കാരണം പലരും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എക്സാമ്പിൾ അർജുൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അർജുൻ മാത്രമല്ല കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഡൗട്ട്. 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഡൗട്ട് വരാം. പക്ഷെ ഈ വർഷം നമുക്ക് അതില്ല. ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് ആദ്യം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം കൺഫ്യൂഷൻ. മാർക്കറ്റ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണാം. അതൊന്നും നിങ്ങൾക്ക് ഇല്ല. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്, ഫുള്ളി ഡിലീറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ? ആദ്യത്തെ ഒരു 6 ചാപ്റ്റർ വരുന്നുണ്ട്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയോൺമെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്. ദെൻ സെക്കൻഡ് പോർഷനിലേക്ക് പോകുമ്പോൾ സെക്കൻഡിലേക്ക് പോവാണെങ്കിൽ ഡയറക്റ്റിംഗ് വരുന്നുണ്ട്, കൺട്രോളിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമുക്ക് മൊത്തം ടോട്ടലി ഒരു 11 ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ? നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ബാക്കി നമുക്ക് നാളെ ഉണ്ട് ക്ലാസ് മക്കളെ കേട്ടോ. നിങ്ങൾക്ക് സൺഡേയിൽ ഇരുന്ന് പഠിക്കാനുള്ള സമയം തരുന്നുണ്ട്. അപ്പൊ 2 ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ നന്നായിട്ട് കാണാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ബിസിനസ് നന്നായി പഠിച്ച ഫുൾ മാർക്ക് സുഖമായിട്ട് വാങ്ങാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഓവറോൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ച ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എത്ര വെയിറ്റേജ് വരെ വരാം? 7 മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം എന്തൊക്കെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? നേച്ചർ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ നേച്ചർ എന്തൊക്കെയാണ്? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്താണ്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആണെങ്കിൽ യൂണിവേഴ്സൽ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്താണ്? ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. പിന്നെ എന്താണ്? ബൈ പ്രാക്ടീസും എക്സ്പെരിമെന്റേഷൻ വഴിയാണ് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ, സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചറോ ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതാം അല്ലെ? അതായത് യൂണിവേഴ്സലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് അത് എഴുതാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏതാണ്? സിഗ്നിഫിക്കൻസ് ആയിട്ട് ചോദിക്കാം, നീഡ് ആയിട്ട് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാം. മക്കളെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കാം. ഓരോ പോർഷനും അതിന്റെ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഹെഡിങ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നീഡ് ചോദിച്ചാലും റോൾ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാം, കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ റിസോഴ്സസ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വേസ്റ്റേജ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും. വിഭവങ്ങളെ നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഡിസിഷൻസ് ആണെങ്കിലോ സയന്റിഫിക് ആയിട്ട് കുറച്ചും കൂടി നമുക്ക് ശാസ്ത്രീയമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. പ്രിൻസിപ്പിളിനെ ബേസ്ഡ് ഉള്ളതാണല്ലോ, അതുകൊണ്ട്
സയന്റിഫിക് ഡിസിഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റ് ചേഞ്ചസിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ് പറഞ്ഞു. നമ്മൾ നേരത്തെ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. പിന്നെന്താ, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ട നേച്ചറും അതുപോലെ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എഴുതി വെക്കാം. സിഗ്നിഫിക്കൻസ് ഈ പോയിന്റ്സ് എഴുതി വെക്കാം. അഡ്വാൻറ്റേജ് ഒക്കെയാണ്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ അതിന് മുമ്പ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ് മക്കളെ? FW ടൈലർ ആണ്. അതേപോലെ ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ്. ഫുൾ ഫോം കൂടി പഠിച്ചു വെച്ചേക്കാം. യെസ്, മാറ്റി തരും അല്ലെ. FW ടൈലർ. അപ്പൊ അയാളുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രിൻസിപ്പിൾ ആണ്? ആകെ നമുക്ക് അധികം പണിയില്ല. 4 പ്രിൻസിപ്പിൾ വന്നിട്ടുള്ളൂ. സ്കൂളിൽ നോക്കിയിട്ട് 4 പ്രിൻസിപ്പിൾ കിട്ടുള്ളൂ. ഫസ്റ്റ് വേണമെങ്കിൽ സയൻസ് നോട്ട് എ റൂൾ ഓഫ് തമ്പ്. എല്ലാം സയന്റിഫിക് ആയിട്ട് ചെയ്യാം. ഊഹത്തിന് പേരുള്ള പരിപാടിയും അവിടെ ഇല്ല. വേണ്ട, എല്ലാം സയന്റിഫിക് ആയിട്ട്. ശാസ്ത്രമാണ്, നോട്ട് എ റൂൾ ഓഫ് തമ്പ് ആണ്. രണ്ടാമത് എന്താ പറയുന്നത്? ഹാർമോണി നോട്ട് ഡിസ്കോർഡ്. അതായത് നമ്മളിവിടെ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, മെന്റൽ റെവല്യൂഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെ ഇടയിൽ എന്ത് കൊണ്ടുവരാം? കോപ്പറേഷൻ കൊണ്ടുവരാം. കോമ്പറ്റീഷന് പകരം കോപ്പറേഷൻ കൊണ്ടുവരാം. അതാണ് ഹാർമണി ഡിസ്കോർഡിൽ പറയുന്നത്. അതായത് എല്ലാ എംപ്ലോയീസും കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അടുത്തെന്താ? കോപ്പറേഷൻ നോട്ട് തന്നെയാണ്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് കോർഡിനേഷനിലൂടെ വർക്ക് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ് എഫിഷ്യൻസി, പ്രോസ്പെരിറ്റി. അതായത് ഓർഗനൈസേഷൻ ആകുമ്പോൾ എംപ്ലോയിയുടെ ഒരു എന്താണ് ബെനിഫിറ്റും എംപ്ലോയിയുടെ എഫിഷ്യൻസിയും പ്രോസ്പെരിറ്റിയും കൂടി നോക്കണം. എന്നാലും എന്തുണ്ടാവുള്ളൂ? ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാകും. അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 പ്രിൻസിപ്പിളുടെ ഇതിന്റെ സയന്റിഫിക് മാനേജ്മെന്റ്. മാറിപ്പോ സയന്റിഫിക് മാനേജ്മെന്റിന് 4 പ്രിൻസിപ്പിൾസ് ആണ്. സയൻസ് നോട്ട് റൂൾ ഓഫ്. ഇനി വേണമെങ്കിൽ ചോദിക്കാം സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് കൂടി ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ബിസിനസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. സിമ്പിൾ ആയിട്ട് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? സയൻസ് അല്ലേ? ഇത് ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആണ് അല്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എഴുതാം. അതായത് 4 ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം 8 മാർക്കിനൊക്കെ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഫാദറിന്റെ പേരെന്താണ്? സുഖമായിട്ട് നമുക്ക് 8 മാർക്ക് വാങ്ങാം. അപ്പൊ 8 മാർക്ക് എന്ന് പറയുമ്പോൾ 4 വെറുതെ എഴുതിയാൽ പോരാ, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു 3 ലൈൻസിലൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പഠിച്ചിട്ട് പോവാം. അനുഭവം 10 വേർഡിൽ ഇതൊന്നും പറയണേ സാറേ. നമുക്ക് അടുത്ത ടോപ്പിക് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് എന്തായാലും ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം, 1 മാർക്കിന്റെ വരാം, 4 മാർക്കിന്റെ വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ടെക്നിക്കോ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് FW ടൈലർ ടെക്നിക് ആണ് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. FW ടൈലറിന്റെ ടെക്നിക് ആണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. FW ടൈലർ ആണ്. ഫസ്റ്റ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞല്ലോ സാറേ, കുറച്ചും കൂടി വലുതാണ്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതായത് നമ്മൾ വർക്കിൽ എപ്പോഴും കുറച്ച് സ്റ്റാൻഡേർഡ് കൊണ്ടുവരാം. ടൂൾസ് ഉപയോഗിക്കുന്ന ടൂൾസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിക്കോട്ടെ, അത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആക്കാം. ഇനി വർക്ക് ആണെങ്കിലോ കുറച്ചും കൂടി സിമ്പിൾ ആക്കാം. നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഒഴിവാക്കിയിട്ട് മാക്സിമം വർക്കിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കി കൊണ്ടുവരാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒഴിവാക്കിയില്ലേ, അത് സിംപ്ലിഫിക്കേഷൻ അല്ലേ? അടുത്ത മെത്തേഡ് സ്റ്റഡി. ഈ സ്റ്റഡികൾ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. 4 സ്റ്റഡി പഠിക്കാനുണ്ട്: മെത്തേഡ്, മോഷൻ, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഇതിനാണ് ഞാൻ പറഞ്ഞ 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരാം, എങ്ങനെ വേണമെങ്കിൽ വരാം. മെത്തേഡ് സ്റ്റഡി എന്താണ്? മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മെത്തേഡ്, ഒരു ജോലി ചെയ്യാനുള്ള ബെസ്റ്റ് വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി. ബെസ്റ്റ് വേ, മെത്തേഡ് സ്റ്റഡി എന്ന് പഠിക്കാം. ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ് അല്ലേ? അടുത്ത മോഷൻ സ്റ്റഡി. മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്ന് പഠിക്കാം. അതിപ്പോ നമ്മുടെ നെഹലേക്ക് എനിക്ക് പോകില്ല സാർ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതല്ലേ മോഷൻ സ്റ്റഡി. നിങ്ങൾ എണീറ്റ് പോകാം, വെള്ളം കുടിക്കുക. ഷാലറ്റ് ആണെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്ത് കുടിക്കും അല്ലേ? അതേപോലെ അതൊക്കെ ഒഴിവാക്കണം. ഷാലറ്റ് ശീലമാണ് അതൊക്കെ. മൂവ്മെന്റ് ആവശ്യമില്ലാത്ത മൂവ്മെന്റുകൾ ആവശ്യമില്ല. മോഷൻ മൂവ്മെന്റ് ഓർത്ത് വെക്കുക. ലിഫ്റ്റിംഗ് പൊസിഷൻ, ചേഞ്ചിങ് പൊസിഷൻ, ഇതൊക്കെ എന്താണ്? അതൊക്കെ മോഷൻ സ്റ്റഡി കാര്യങ്ങളാണ് കേട്ടോ. അത് ടൈം സ്റ്റഡി, സമയം അല്ലേ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഇപ്പൊ നമ്മുടെ എക്സാമിന് നമ്മൾ സമയം കൊടുക്കും 10 മിനിറ്റ്. അതേപോലെ ഒരു ജോബ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ട് ടൈം കൊടുക്കാം. ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണെങ്കിൽ തന്നെ നമുക്ക് അറിയാം 2 hours ആണെങ്കിൽ
നമുക്കറിയാം ആ ജോലി ചെയ്ത് തീർക്കാൻ, Complete ആ എക്സാം എഴുതി തീർക്കാൻ മാക്സിമം അത്ര ജോലി മതി. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്ന രീതിയാണ് ടൈം സ്റ്റഡി. അതേപോലെ മാനേജ്മെന്റിൽ എന്ത് ചെയ്യും, ഓരോ എംപ്ലോയീസിനും ഒരു വർക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കും, ദാറ്റ് ഈസ് ടൈം സ്റ്റഡി. അടുത്ത ഫാറ്റിക് സ്റ്റഡി ആണ്. അത് നമുക്ക് ആവശ്യമാണ്. അത് പഠിക്കുക, ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസ്റ്റ് ഇന്റർവെൽസ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഫാറ്റിക് സ്റ്റഡി, റെസ്റ്റ് ഇന്റർവെൽ. അതായത് ഒരു ജോലി ചെയ്ത് തീർക്കുന്നതിനിടയിൽ എത്ര സമയത്തോളം അവർക്ക് എന്ത് കൊടുക്കണം, റെസ്റ്റ് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 2 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളപ്പോ 4 മണിക്കൂർ റെസ്റ്റ് തരുന്നില്ലേ, അത് 4 മണിക്കൂർ അതാണ് ഫാറ്റിക് സ്റ്റഡി. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കാണിച്ച് 4 സ്റ്റഡിയും ക്ലിയർ ആണെങ്കിൽ ഓക്കെ അല്ലേ മക്കൾ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാറ്റിക് സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും ആണ്. 1 വേർഡ് ചോദിക്കും, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. മോഷൻ സ്റ്റഡി മൂവ്മെന്റ് ഓർ ദി അൺനെസസറി മൂവ്മെന്റ്സ് ഒഴിവാക്കാം. റെസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഡിഫറൻഷ്യൽ. അതായത് നമുക്കറിയാലോ, അതായത് എംപ്ലോയീസിനാകുമ്പോൾ എഫിഷ്യന്റ് എംപ്ലോയീസ് ഉണ്ടാകാം, ഇൻഎഫിഷ്യന്റ് ഉണ്ടാകാം. എഫിഷ്യന്റിന് കുറച്ചും കൂടി കൂടുതൽ സാലറി കൊടുക്കുക, ഇൻഎഫിഷ്യന്റ് ആണെങ്കിലോ കുറച്ചും കൂടി കുറവ് സാലറി. ഇപ്പൊ അരവിന്ദ് സാറിന് കുറച്ച് സാലറി കുറവാണല്ലോ സാറേ, എഫിഷ്യൻസി പോരാ സാർ, അത് 1.5 ആഴ്ച. അപ്പൊ പിന്നെ സാലറി എങ്ങനെ എന്ത് ചോദിക്കുമ്പോഴാണ് ടെക്നിക്സ് ചോദിക്കുമ്പോഴാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലാട്ടോ. അത് പ്രിൻസിപ്പിൾ 4 പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ 4 ഇതിന്റെ ടെക്നിക്സ് ചോദിക്കുമ്പോഴാണ് 7 എഴുതേണ്ടത് കേട്ടോ. അതേപോലെ FW ടെക്നിക്സ് ചോദിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാം. ക്ലിയർ ആണെങ്കിൽ 7 ടെക്നിക് ഉണ്ട്, 4 മിനിമം പഠിച്ചേക്കാം. ഇനി നമുക്ക് അതിന് സ്റ്റഡികൾ ഉറപ്പായിട്ടും പഠിക്കാം. പിന്നെ പഠിക്കേണ്ട സാധനമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ നമുക്ക് 3 ലെവലുകൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ലോവർ ലെവൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ അത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ആ ലോവർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ അതിന്റെ ഡയഗ്രാം നമുക്ക് നോക്കിയാലോ? ഫാക്ടറി ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലെ ഫാക്ടറി മാനേജ്മെന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ലെവലിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും പ്ലാനിംഗിൽ നമുക്ക് ഏതൊക്കെയാ വരിക? പ്ലാനിംഗിൽ നമുക്ക് ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി 4 സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആളും, റൂട്ട് ക്ലർക്ക്, അതായത് സീക്വൻസ്, നമുക്ക് ജോലി ചെയ്യേണ്ട സീക്വൻസ് പറഞ്ഞു തരേണ്ട ആളും, ടൈം ആൻഡ് കോസ്റ്റ്, ഒരു വർക്കിന്റെ ടൈമും കോസ്റ്റും പറഞ്ഞു തരേണ്ടതാണ്, ഡിസിപ്ലിൻ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ആളും. ഇതാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്ന 4. മാറി പോകരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അടുത്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ബോസുകളാണ്. 3 ബോസ് ഒരു ഇൻസ്പെക്ടർ ആണ്. 3 ബോസ് ഏതൊക്കെയാ? 3 ബോസ്. ഫസ്റ്റ് സ്പീഡ് ബോസ്, വർക്ക് എങ്ങനെ മാക്സിമം സ്പീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്പീഡ് ബോസ്. ഇനി ഗ്യാങ് ബോസ് എന്ന് വെച്ചാൽ ഗ്യാങ് ആയിട്ട് മെഷീൻസും ടൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് ഗ്യാങ് ബോസ്. അത് റിപ്പയറിന് വേണ്ടി സഹായിക്കുന്ന ആളാണ്. ഇൻസ്പെക്ടർ ആണെങ്കിലോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വരുന്ന ആളാണ്. അപ്പൊ ഇവരെ ശ്രദ്ധിക്കുക, ഇവർ 8 പേരും കൂടി എന്ത് ചെയ്യും, ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു വർക്കറെ 8 സൂപ്പർവൈസേഴ്സും കൂടി സൂപ്പർവൈസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഒരു വർക്കറെ 8 സൂപ്പർവൈസേഴ്സും കൂടി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു വർക്കറും 8 സൂപ്പർവൈസറും ആണെങ്കിൽ അത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആയിരിക്കും. ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാൻ അപ്പൊ എല്ലാവരും ഈ ടോപ്പിക് നല്ല ഡീപ്പായിട്ട് പഠിച്ചു. അതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഡയഗ്രാം സിമ്പിൾ അല്ലേ, ഇപ്പൊ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഡയഗ്രാം. ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിലേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മോഡേൺ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ഹെൻറി ഫയോൾ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ആര്? നമ്മുടെ FW ടൈലർ. ഹെൻറി ഫയോൾ ആരുടെ ഫാദറാ? മോഡേണിന്റെ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് ഫാദറാണ്. ഓക്കെ അല്ലേ? മോഡേൺ മാനേജ്മെന്റ് ഫാദറാണ് ഹെൻറി ഫയോൾ. അതിൽ 14 പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 14 പ്രിൻസിപ്പിൾ ഉണ്ട്. അതില് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാം. പക്ഷേ ഇതിൽ മസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് സാറേ. അത് നമ്മൾ എന്തായാലും യൂണിറ്റി ഓഫ് കമാൻഡ് നോക്കാം. ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്. നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് നോക്കിയാലോ? 14 പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? അതായത് മൊത്തം ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് നമ്മൾ ഒരു എംപ്ലോയിനെ കൊണ്ട് മൊത്തം ചെയ്യിപ്പിക്കാണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് ജോലി, അതായത് ഒരു സ്ഥാപനത്തിലെ ജോലികൾ ഒരാളെ കൊണ്ടല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ജോലി ചെയ്ത് തീർക്കാൻ വളരെ എഫിഷ്യന്റ് കാര്യങ്ങൾ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരും. സ്പെഷ്യലൈസേഷനും കിട്ടും അല്ലെ? രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതോറിറ്റി മീൻസ് നമ്മുടെ സബോർഡിനേറ്റേഴ്സിന് എന്താണ് ഓർഡർ കൊടുക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതോറിറ്റി. അപ്പൊ അതാർക്കാ ഉള്ളത്? സുപ്പീരിയർ. Responsibility is the obligation
ടു പെർഫോം ദ വർക്ക് അല്ലെ, അതായത് വർക്ക് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അതായത് നേരത്തെ പറഞ്ഞ അതോറിറ്റി പറയുന്ന കാര്യമുണ്ടല്ലോ, ഓർഡറുകൾ സബോർഡിനേറ്റിന് കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ് അതോറിറ്റി. ആ അതോറിറ്റി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അതന്നെ എക്സാമ്പിൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടുത്ത മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം അല്ലെ. ഇറ്റ് ഈസ് ഒബീഡിയൻസ് ടു ഓർഗനൈസേഷൻ റൂൾസ് ഫോർ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം, അവിടുത്തെ റൂൾസും റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. അതാണ് ഡിസിപ്ലിൻ. നിങ്ങളുടെ സ്കൂളിലെ ഡിസിപ്ലിൻ ഒക്കെ നിങ്ങൾ പാലിക്കാറില്ലേ? അതെന്നെ കൃത്യസമയത്ത് സ്കൂളിൽ എത്തണം എന്നൊക്കെ പറയില്ലേ? അതാണ് ഡിസിപ്ലിൻ അവിടെ കേട്ടോ. അപ്പൊ 3 ക്ലിയർ ആയോ? 14 പ്രിൻസിപ്പിളിലെ 3 സെറ്റ് അല്ലേ മക്കളെ? ഇതില് ഡിവിഷൻ ഓഫ് വർക്കും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കി, നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ 2 ചേട്ടനും അനിയനും പോലെ മാറിപ്പോകും അല്ലെ സാറേ? Unit of command at a time an individual employee should receive orders from one superior only. One കണ്ട അപ്പൊ മനസ്സിലാക്കാം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം. പക്ഷെ ഇവിടെ വേരിയന്റ് കേട്ടോ, വൺ പ്ലാൻ ആൻഡ് വൺ ഹെഡ്. വൺ സുപ്പീരിയർ ഓർത്താൽ മതി, വൺ സുപ്പീരിയർ. അതായത് ഒരു സമയം ഒരു ഇൻഡിവിജ്വൽ ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. വേണമെങ്കിൽ പറയാം വൺ മാൻ വൺ ബോസ്, ഒരാൾക്ക് ഒരു ബോസ്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. പക്ഷെ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അങ്ങനെയല്ല. Activities with the same objective must be grouped under one plan and one head. അതായത് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യാ, ഒരു പ്ലാനിന്റെ കീഴിലും ഒരു ഹെഡിന്റെ കീഴിലും കൊണ്ടിടാം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പൊ വൺ ഹെഡും വൺ പ്ലാൻ ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. അടുത്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അത് സിമ്പിൾ ആണ്. ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുക ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റിനെക്കാട്ടും. ഓരോ വ്യക്തികളുടെ ഓരോ വ്യക്തി താല്പര്യത്തിനെക്കാട്ടും പ്രാധാന്യം കൊടുക്കുന്നത് സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്കാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ആരെങ്കിലും ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് പറഞ്ഞു യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, മീനിങ് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി പഠിച്ചേക്കുന്ന പോയിന്റ്സ് ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് അടുത്തത് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലെ. ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ മസ്റ്റ് ബി ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ അല്ലെ. അതായത് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രതിഫലം എങ്ങനെയായിരിക്കണം? ഫെയർ ആയിട്ട് കൊടുക്കണം. ഫെയർ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഇപ്പൊ എക്സാം പറയുകയാണെങ്കിൽ ഞാൻ ജിസാർ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്, ജിസാറിന് കുറച്ചുകൂടി സംഭവിക്കാൻ മക്കളെ ഞാൻ സമ്മതിക്കില്ല, പ്രശ്നം ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം. വർക്ക് ചെയ്യുന്നതനുസരിച്ച് എംപ്ലോയീസ് എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക എല്ലാം. അടുത്താണ് സെൻട്രലൈസേഷൻ. ഇത് നമുക്ക് ഡീപ്പായിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ആ ഒരു പവർ ടോപ്പ് ലെവലിൽ തന്നെയാണെങ്കിൽ സെൻട്രലൈസേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. അതാണ് സെൻട്രലൈസേഷൻ. അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ നമ്മൾ ലോവർ ലെവലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഡിസിഷൻ മേക്കിങ്ങിന്റെ അധികാരം നമ്മൾ എന്ത് ചെയ്യാണ്, ലോവർ ലെവലിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഒരു ലെവലിൽ മാത്രം സെൻട്രലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ. അതുപോലെ ലോവർ ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. ക്ലിയർ ആയ മക്കളെ? സെറ്റ് അല്ലേ? കാണിച്ചേ. സ്കാലാർ ചെയിൻ ആണ്. 3 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹൈയസ്റ്റ് ടു ലോവസ്റ്റ് അല്ലേ. ഇത് ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കുള്ള അതോറിറ്റിയുടെ ഫോർമൽ ലൈൻസ്. ഏറ്റവും മുകളിൽ ആരാണ്, അതിന്റെ താഴെ ആരാണ് എന്നുള്ള ഫോർമൽ ലൈൻസിന്റെ ആ ഒരു എന്താണ് അതോറിറ്റിയുടെ ഡിസ്പോഴ്സലാണ് എന്ത് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഷോർട്ടസ്റ്റ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എമർജൻസി നമുക്ക് എന്ത് ചെയ്യാം, 2 പൊസിഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് പറയുന്ന പേരെന്താണ്? അതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ മക്കളെ. ഇവിടെ ഒരു ബ്രിഡ്ജ് വരെയാണെങ്കിൽ ഇതാണ് ഗ്യാങ് പ്ലാൻ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചിരിക്കുന്ന സമയം. നെക്സ്റ്റ് അടുത്തത് മെറ്റീരിയൽസ് മസ്റ്റ് ബി സ്യൂട്ടബിൾ പ്ലേസസ്. നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ സാധനമൊക്കെ ഓരോ സ്ഥലങ്ങളില്ലേ, അതേപോലെ സ്ഥാപനത്തിൽ എന്തായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. അതല്ലേ നമുക്ക് കറക്റ്റ് സമയത്ത് എടുക്കാനൊക്കെ പറ്റും. അതാണ് ഓർഡർ. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. സൂപ്പർവൈസർ എല്ലാ എംപ്ലോയിഡും ഒരുപോലെ ബിഹേവ് ചെയ്യുക. ഇംപാർഷ്യാലിറ്റി പാടില്ല, ഫേവറിറ്റിസം ഒക്കെ പാടില്ല. യെസ് അതെ. അതായത് പാർഷ്യാലിറ്റി അതന്നെ എക്സാം ഞാനൊന്ന് മാറാൻ.
സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഓരോ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ കുട്ടികളെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് സെക്കൻഡ് ബെഞ്ചിലേക്ക് മാറ്റി അവർക്ക് ഇഷ്ടപ്പെടും ഇല്ല. സാധാരണ അങ്ങനെയല്ല, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ ഫസ്റ്റ് ബെഞ്ചിലേക്ക് വരെ ഇഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു സ്ഥലത്തിരിക്കുന്ന കുട്ടീനെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് സ്കൂൾ നിർത്തി പോകാൻ പറ്റില്ല. പക്ഷേ സ്ഥാപനങ്ങളിൽ എന്ത് സംഭവിക്കില്ല, ലേബർ ടേൺ ഓവർ കൂടാൻ കാരണമാകുന്നു. മനസ്സിലായോ? അതായത് സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിർത്തി പോവാം, ലേബർ ടേൺ ഓവർ ഉണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജോബിന്റെ പൊസിഷൻ മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലേബർ ടേൺ ഓവർ ഉണ്ടാകും. അങ്ങനെ മാറ്റാതിരുന്നാൽ ലേബർ ടേൺ ഓവർ മിനിമൈസ് ചെയ്യാൻ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയ മക്കളെ? സെറ്റ് ആണോ? കാണിച്ചേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഇനീഷ്യേറ്റീവ്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ നമ്മുടെ ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയ സെറ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്കേഴ്സിനെ എപ്പോഴും എൻകറേജ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അവരെ നമ്മൾ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരും. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അതാണ് ഇനീഷ്യേറ്റീവ് എടുക്കുക. ലാസ്റ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് അല്ലെ. യൂണിയൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. തൊഴിലാളികൾക്കിടയിൽ എപ്പോഴും ഒരു ടീം ഐക്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? എല്ലാവരും ഇങ്ങനെ ഒത്തുപിടിച്ചാലും മലയും പോരുന്ന് പറയില്ലേ? ഒരുമിച്ച് നിന്നാലേ നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിലേക്ക് എത്താനായിട്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ എക്സാമിന് ഒരുമിച്ച് മക്കളെ 14 പ്രിൻസിപ്പിൾ ക്ലിയർ ആയപ്പോൾ കാണിച്ചേ. യെസ് മക്കളെ, ഇതിൽ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എക്സ്പീരിയൻസ് ക്രോപ്സ്, പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, പിന്നെ ഫസ്റ്റ് 12 പ്രിൻസിപ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് പഠിപ്പിക്കാം. 14 നന്നായി പഠിച്ചു നിങ്ങൾ കേട്ടോ. ചിലപ്പോൾ ഇതിൽ ഏതാണ് 4 അല്ലെങ്കിൽ 5 ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാം. അപ്പൊ എല്ലാവരും നന്നായി പഠിച്ച് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഈ 14 പ്രിൻസിപ്പിളിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ എസ്സേ വരാം, ചിലപ്പോൾ മാർക്ക് വരാം കേട്ടോ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അടുത്തത് ഫയോളും ടൈലറും നമ്മുടെ ഡിഫറൻസ് നോക്കാം അല്ലെ. യെസ്, നോക്കാം. പ്രിൻസിപ്പിൾസും അവരുടെ ഡിഫറൻസ്. അയാൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് എന്ന് എഴുതാം. സയന്റിഫിക് മാനേജ്മെന്റ്. ഇത് ഫോക്കസ് ചെയ്ത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. ഇവിടെയാണെങ്കിൽ ഷോപ്പ് ലെവൽ, ദാറ്റ് മീൻസ് ലോവർ ലെവൽ മാനേജ്മെന്റിനെയാണ്. ഇത് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ. ഫയോള് പറഞ്ഞ യൂണിറ്റ് ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ ആണല്ലോ. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. അതായത് ഒരു വർക്കർക്ക് 8 സൂപ്പർവൈസർ ആണ്. അപ്പൊ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾസ് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തേക്കണേ? ഈ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അയാൾ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിളൊക്കെ കൊണ്ടുവന്നേക്കണേ. ഇവിടെ ടൈലർ അങ്ങനെയല്ല, ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷൻ കുറച്ചും കൂടി സയന്റിഫിക് അല്ലേ. അപ്പൊ അത് എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനിലൂടെയാണ് ആ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. ക്ലിയർ ആയ മക്കളെ? സെറ്റ് ആണ് കഴിച്ച് കാണിച്ചേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അതിമനോഹരമായി കഴിഞ്ഞു. അടിപൊളി ചാപ്റ്റർ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാലോ. കാണിച്ചു. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, മാനേജർ, ഇൻസ്പെക്ടർ. ശ്രദ്ധിച്ചാൽ കിട്ടും അല്ല സാറേ? യെസ്, വേഗം ആൻസർ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? സ്ക്രീനിൽ കാണിച്ച എല്ലാവരും സ്പീഡ് ബോസ് ആണോ, ഗ്യാങ് ബോസ് ആണോ, മാനേജർ ആണോ, ഇൻസ്പെക്ടർ ആണോ? ഓട് വണ്ണ് കുറച്ച് പേര് കാണിക്കുന്നല്ലോ. കൗശിക്ക് കാണിക്കടാ, ശ്രീഷ്മ കാണിക്കി, ഫർജാൻ, ഗൗതം. റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? മാനേജർ ആണ്. അതൊക്കെ വരുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെയാണ്. പ്രൊഡക്ഷൻ ബോസും ഇൻസ്പെക്ടറും. It is seeks to determine the amount and frequency of rest intervals in completing a task. ഒരു ടാസ്ക് ചെയ്തു തീർക്കുന്നതിന് എത്ര റെസ്റ്റ് ഇന്റർവെൽസ് വേണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റഡി ഏതാണ്? റെസ്റ്റ് ഇന്റർവെൽസ്. ടൈം സ്റ്റഡി ആണോ, മോഷൻ സ്റ്റഡി ആണോ, ഫാറ്റിഗ് സ്റ്റഡി ആണോ, മെത്തേഡ് സ്റ്റഡി ആണോ? കാണിച്ച എല്ലാവരും സ്ക്രീനിൽ കാണിച്ച ആൻസർ ഏതാണ്? റെസ്റ്റ് ഇന്റർവെൽസ്. ഏതാണ് അസിനെ? കാണിക്കുന്നുണ്ട്. ഫാറ്റിഗ് സ്റ്റഡി ആണെങ്കിൽ ആണോ മക്കളെ? ഫാറ്റിഗ് സ്റ്റഡി. നെക്സ്റ്റ് അടുത്തത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ which emphasize on one head one plan. ഏതാണ്? ഓർഡർ ആണോ, equity ആണോ, യൂണിറ്റ് ഓഫ് കമാൻഡ് ആണോ, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണോ? ഏതാണ്? സ്ക്രീനിൽ കാണിച്ചേ. ഫൈസ് കാണിക്കുന്നുണ്ട്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓക്കേ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കേ ആണെങ്കിൽ കാണിച്ച എല്ലാവരും
ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് വൺ വേർഡ് നമുക്ക് കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ഏതാണ്? നെക്സ്റ്റ് നമ്മൾ നേരെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് സ്റ്റാഫിംഗിലേക്ക് പോകാൻ. ക്വസ്റ്റ്യൻസ് വരാം? 9 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. 9 മാർക്ക് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ്, നിയമനം. ഓക്കെ, നമുക്ക് നോക്കാം സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നോക്കാം. യെസ്, പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്. ശരിയായ ജോലിയിലേക്ക് ശരിയായ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് സ്റ്റാഫിംഗ്. അല്ലെ? ഈ സ്റ്റാഫിംഗ് സ്റ്റെപ്സ് പഠിക്കണം കേട്ടോ മക്കളെ. ഈ സ്റ്റാഫിംഗ് സ്റ്റെപ്പ് പഠിക്കുമ്പോൾ ഓർഡറിൽ പഠിക്കണം. സ്റ്റെപ്പ് എപ്പോഴും ഓർഡറിൽ പഠിക്കണം. സ്റ്റെപ്പ്, സ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ ചോദിക്കും. അപ്പൊ സ്റ്റെപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഓർഡറിൽ പഠിക്കണം. ഓക്കെ, സ്റ്റാഫിംഗിന്റെ എത്ര സ്റ്റെപ്പ്? 4 സ്റ്റെപ്പ്. 8 സ്റ്റെപ്പ് ഉണ്ട്. 8 സ്റ്റെപ്പ്. 4 കുറയ്ക്കുന്നു. ഫസ്റ്റ് ആണ് മാൻ പവർ പ്ലാനിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇനി ഭാവിയിൽ എത്ര വേണം, അത് തീരുമാനിക്കുകയാണ്. റിക്രൂട്ട്മെന്റ്. യെസ്, ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കാം. യെസ്, searching for prospective employees and stimulating them to apply jobs in the organization. അല്ലേ? ഓർഗനൈസേഷനിലേക്ക് വേണ്ട ആളുകളെ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ജോബിലേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കാം. യെസ്, എന്താണത്? ടിപ്സ് ഒന്നും കിട്ടിയില്ല, കുറച്ച് ഹോട്ട് ആയിക്കോട്ടെ. അപ്പൊ റിക്രൂട്ട്മെന്റ് ക്ലിയർ ആണല്ലോ. അടുത്ത സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് പേരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെലക്ഷൻ. അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്നും ഏറ്റവും ശരിയായ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ പറയാം. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. ഇത് വൺ വേർഡ് വരാൻ ഇപ്പോൾ ഹോപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ്മെന്റും ഓറിയന്റേഷനും രണ്ടാണ് മക്കളെ. പ്ലേസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഓർഗനൈസേഷനിലേക്ക് തെരഞ്ഞെടുത്ത വ്യക്തിക്ക് അവർക്കൊരു പോസ്റ്റ് കൊടുക്കാം, അവരെന്താണ് അവരുടെ പൊസിഷനിൽ കൊണ്ടുപോയി ഇരുത്തുക. ഒക്യുപ്പൈയിങ് ദി പോസ്റ്റ് എന്ന് പറയും, ദാറ്റ് ഈസ് പ്ലേസ്മെന്റ്. ഇതെന്താ ഓറിയന്റേഷൻ, നമ്മൾ പുതിയ വന്ന എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ഓർഗനൈസേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. എക്സിസ്റ്റിംഗ് എംപ്ലോയി ആരൊക്കെയാണ്. യെസ്, ഫസ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മോട്ടിവേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്തും. യെസ്, റിക്രൂട്ട്മെന്റും അത് ഓൾറെഡി വരുന്നുണ്ട്. റിക്രൂട്ട്മെന്റും സെലക്ഷനും എന്താണെന്ന് പഠിച്ചു വെക്കുക, കാരണം അത് 2 മാർക്കേഴ്സിനൊക്കെ ചോദിക്കും. വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്, വാട്ട് ഈസ് സെലക്ഷൻ, അതുപോലെ സ്റ്റാഫിംഗിന്റെ പ്രോസസ് ഒക്കെ എസ്സേ ചോദിക്കും കേട്ടോ. യെസ്, നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. വൺ വേ ചോദിക്കാട്ടോ. മൊത്തം ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എംപ്ലോയിയുടെ ജോബ് ചെയ്യാനുള്ള സ്കില്ല് കൂട്ടാൻ പറ്റുള്ളൂ. പെർഫോമൻസ് അപ്രൈസൽ. അവർ അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യാം, ട്രെയിനിങ് കൊടുത്ത ശേഷം എംപ്ലോയിയുടെ പെർഫോമൻസ് കൂടിയൊന്ന് വിലയിരുത്താം. പെർഫോമൻസ് അപ്രൈസൽ. അങ്ങനെ പെർഫോമൻസ് കൂടിയാലോ പെർഫോമൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രമോഷൻ കൊടുക്കും. പ്രൊമോഷൻ കൊടുക്കാം. പിന്നെന്താണ്, സാലറി കോമ്പൻസേഷൻ ഒക്കെ പേ ചെയ്യും. അതാണ് കോമ്പൻസേഷൻ, പേ, സാലറി, പേ. ഇത് ഓർഡറിൽ പഠിക്കാട്ടോ മക്കളെ, നമുക്ക് ആദ്യം തന്നെ അറിയാലോ പ്രോസസ് അല്ലേ. സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കാട്ടോ. അടുത്താണ് നമുക്ക് സ്റ്റാഫിംഗ് ആസ്പെക്ട്സ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റാഫിംഗിന്റെ ആസ്പെക്ട്സ് ആയിട്ട് ചോദിക്കുക, എലമെന്റ്സ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. 3 ആസ്പെക്ട്സ് സ്റ്റാഫിംഗിനുള്ളൂ. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്, ദെൻ സെലക്ഷൻ, ട്രെയിനിങ് ആണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? നമ്മൾ പറഞ്ഞു സെർച്ചിങ്, ഫൈൻഡിങ് എന്ന് കണ്ട ഉറപ്പിക്കുക. റിക്രൂട്ട്മെന്റ് 2 വേർഡ്, സെർച്ചിങ്, ഫൈൻഡിങ്, ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എന്ന് പറഞ്ഞാലോ ഐഡന്റിഫൈയിങ്, ചൂസിങ് ബെസ്റ്റ് പേഴ്സൺ ഔട്ട് ഓഫ് നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്. അതായത് ജോലിയിലേക്ക് അപേക്ഷിച്ച ആളുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന തിരിച്ചറിയുന്ന രീതിയാണ് സെലക്ഷൻ. അത് ട്രെയിനിങ് കൊടുക്കുക, എന്താണ് അവരുടെ നോളജ് കൂട്ടുക, സ്കില്ല് കൂട്ടുക, എബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജോബ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. ദാറ്റ് ഈസ് ട്രെയിനിങ്. അപ്പൊ മക്കളെ 3 എലമെന്റുകൾ ക്ലിയർ ആണ്. മാറിപ്പോകരുത്. ഏതൊക്കെയായിരുന്നു? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. യെസ്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ചിലപ്പോൾ എസ് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്കിനൊക്കെ വരാം. ഓക്കെ, ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇന്റേണൽ സോഴ്സ് പറയാലോ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റേണൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന്, ഒരു സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആളുകളെ എടുക്കാം, റിക്രൂട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഉണ്ട്, പ്രമോഷൻ ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എന്ത് ചെയ്യാ, ഒരു എംപ്ലോയിനെ മറ്റൊരു ജോബിലേക്ക് റെസ്പോൺസിബിലിറ്റി മാറാതെ, കോമ്പൻസേഷൻ മാറാതെ, എന്താണ് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ മാറാതെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറയാം. another job without changing responsibility or compensation. അപ്പോൾ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആയിരിക്കും. അതായത് ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തങ്ങളോ അവരുടെ സാലറിയോ സ്റ്റാറ്റസോ മാറുന്നില്ല. പക്ഷേ പ്രൊമോഷൻ എന്ന് പറഞ്ഞാലോ, പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജോബിൽ നിന്ന് ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ മാറാം, സ്റ്റാറ്റസ് മാറാം, റെസ്പോൺസിബിലിറ്റി മാറാം, സാലറി മാറാം. അങ്ങനെ മാറ്റാം. തൃശ്ശൂരുള്ള ഒരാള് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പൊ സെയിം ജോലി തന്നെയാണ്, പക്ഷെ ട്രാൻസ്ഫർ കിട്ടി. പക്ഷെ പ്രൊമോഷൻ അങ്ങനെയില്ല. പ്രൊമോഷൻ എന്താ, മനസ്സിലായോ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അത് കാണിച്ചെല്ലാവരും. കൃഷ്ണ എന്ത് കൃഷ്ണപ്രിയം, ഞാൻ പഠിക്കും.
അതെ കൃഷ്ണ കൃഷ്ണൻ. നോക്കി നടന്നുണ്ട്. മക്കളെ ഇന്റർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാം, അതിന്റെ മെറിറ്റ്സിലേക്ക് പോവാം. യെസ്, ഇന്റേണൽ സോഴ്സ് ആകുമ്പോൾ നമുക്കറിയാലോ ഫസ്റ്റ് മെറിറ്റ് പറയുകയാണെങ്കിൽ എംപ്ലോയിയുടെ മോട്ടിവേഷൻ കൂടും, പ്രമോഷന് ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മോട്ടിവേഷൻ കൂടുമ്പോൾ എന്ത് കൂടും? ലോയാലിറ്റി കൂടും, നമ്മുടെ വിശ്വസ്തതയൊക്കെ കൂടും. പിന്നെ നമ്മള് ചെലവില്ല, എടുക്കുന്നില്ല, സിമ്പിൾ ആണ്, പിന്നെ റിലയബിൾ, ഓൾറെഡി നമുക്ക് എംപ്ലോയീസിന് അറിയാം. പിന്നെ എന്താണ്, ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇനി ഡിമെറിറ്റ് പറയുമ്പോഴോ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കിട്ടില്ല അല്ലെ, ഓൾറെഡി ഉള്ള പഴയ ആൾക്കാർ കിട്ടോണ്ടിരിക്കും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് അടുത്താണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയി ഫേവറിറ്റിസം, എംപ്ലോയി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എംപ്ലോയിനൊക്കെ വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം. അടുത്ത ലിമിറ്റഡ് സ്കോപ്പ്, ആളുകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഓൾറെഡി രജിസ്ട്രാറിന് പ്രൊമോഷൻ കൊടുത്താൽ അരുൺ സാർ സമ്മതിക്കില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ സോഴ്സ് മാത്രമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്റർണൽ ആകെ രണ്ടെണ്ണല്ലോ, അപ്പൊ രണ്ടെണ്ണം ചിലപ്പോൾ എസ് സിക്കുള്ള മാർക്കിനുള്ളത് ഇല്ല, ചിലപ്പോൾ 4 മാർക്ക് ചോദിക്കുള്ളൂ. ചിലപ്പോൾ ഇന്റർണൽ എക്സ്റ്റേണൽ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മാത്രം ചോദിക്കും. അപ്പൊ എക്സ്റ്റേണൽ ഏതൊക്കെയാ തന്നെ? അതായത് ഫസ്റ്റ് എക്സ്റ്റേണൽ എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് എംപ്ലോയി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റർണൽ അവർക്ക് അറിയാം ഇന്നാണ്, അപ്പൊ എക്സ്റ്റേണൽ പുറത്തുനിന്ന് ഫ്രം ഔട്ട്സൈഡ് എന്റർപ്രൈസ്, ഒരു സ്ഥാപനത്തിന്റെ പുറത്തുനിന്ന് എംപ്ലോയീസിനെ എടുത്താൽ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെ എന്താ, ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അതായത് ഇപ്പൊ നമ്മൾ ഓർഗനൈസേഷന്റെ നോട്ടീസ് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യും, നോട്ടീസിന്റെ വേക്കൻസി ഒക്കെ അറിയിച്ചൊരു നോട്ടീസ് ഇടും. അത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആളുകൾ വരും, ഓൺ ദ സ്പോട്ടിൽ സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ that is direct recruitment. അടുത്ത കാഷ്വൽ കോളേഴ്സ് പറഞ്ഞാൽ കീപ് എ ഡാറ്റാബേസ് ഓഫ് അൺസോളിസിറ്റഡ് ആപ്ലിക്കൻസ് അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി വേക്കൻസി ഡിക്ലെയർ ചെയ്യാതെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കാലാവധി ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ CV കൊണ്ടുതരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ CV ചുരുട്ടിക്കൂട്ടി കളയാണ്ട് എടുത്തു വെക്കും, സൂക്ഷിച്ചു വെക്കും. നമ്മൾ ആ CV എടുത്തിട്ട് വിളിക്കും. ഓൾറെഡി ന്യൂസ് പേപ്പറിൽ ന്യൂസ് പേപ്പറിലൊക്കെ വേക്കൻസീസ് കാണാറില്ല, അതാണ് അഡ്വർടൈസ്മെന്റ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പറഞ്ഞാലോ, നിങ്ങൾ 10ാം ക്ലാസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ, ജോലിക്കും താല്പര്യം +2 കഴിയുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പൊ അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും വേക്കൻസീസ് ഒക്കെ വരും, നമ്മളെ വിളിക്കും. അപ്പൊ നമുക്ക് നമ്മൾ അർഹതപ്പെട്ടവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു തരും, ആണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അടുത്ത പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് സെയിം ഇതേപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസി ആണ്, ഇതേപോലെ എന്താണ് ഓർഗനൈസേഷനുമായിട്ട് ഏജൻസി വഴിയായിട്ട് നമുക്ക് ജോബുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓർഗനൈസേഷൻ എന്താണ്, ക്യാമ്പസുകളിൽ പോയിട്ട് യങ് ആൻഡ് ഫ്രഷ് ടാലന്റ് എംപ്ലോയീസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ, നൻപൻ സിനിമ അല്ലേ സാറേ, ഇന്റർവ്യൂ ഒക്കെ നടത്തി നമ്മൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല കോളേജിൽ പഠിക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം, നന്നായി പഠിച്ചാൽ ഇവിടെ മാർക്ക് വേണം, നല്ല കാര്യമുള്ളൂ സാറേ. അപ്പൊ നല്ല അടിപൊളി മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോളേജുകളിൽ പഠിക്കാം. നല്ല കോളേജുകളിൽ പഠിച്ചാൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ഒരു ബാങ്ക്, ഇതൊക്കെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ പിന്നെ വിപ്രോ എവിടെയൊക്കെ വരാം. ഇൻഫോയ്സ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ചെറിയൊരു കാര്യമല്ല കേട്ടോ, അത് പുറത്ത് വെക്കാം. അടുത്തെന്താണ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയി. അതായത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് തന്നെ എന്ത് ചെയ്യാ, മറ്റൊരു എംപ്ലോയിനെ റെക്കമെൻഡ് ചെയ്യാം അല്ലെ. റെക്കമെൻഡേഷൻ വഴിയാ, ആൾക്ക് വരികയെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. അതിനി പറയാറുണ്ട്, സെലക്ഷൻ ടെസ്റ്റ് വരും, അരുൺ സാർ മൊത്തം ഫെയിൽ ആവും അല്ലേ സാറേ. അതാണ് ഏറ്റവും വലിയ നോക്കാം. അപ്പൊ അരുൺ സാറ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ബോട്ടിന് വന്നില്ലേ, അത് തന്നെ റെക്കമെൻഡേഷൻ വഴി വന്നത് ലേബർ കോൺട്രാക്ടേഴ്സ്. ലേബർ കോൺട്രാക്ടേഴ്സ് നമ്മുടെ ലേബർ കോൺട്രാക്ട് ഈ ബംഗാളികളെ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സമയത്ത് ഈ എന്താണ് ലൈവ് ക്ലാസ്സിനൊക്കെ സമയത്ത് കുറച്ച് സ്റ്റാഫുകളുടെ ആവശ്യം വരും. അപ്പൊ നമ്മുടെ സാർ വഴി കുറച്ച് സ്റ്റാഫുകൾ ഇവിടെ അതായത് ഒരു കോൺട്രാക്ടേഴ്സ് വഴി നമ്മൾ ഓർഗനൈസേഷനിലെ കുറച്ച് നാളിലേക്ക് ഒരു മാസത്തേക്കോ 15 ദിവസത്തേക്കോ സീസണൽ വർക്കിനൊക്കെ ടെക്സ്റ്റൈലിലൊക്കെ ഉണ്ടാവില്ലേ, സീസണിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ സെയിൽസ്മാൻമാരൊക്കെ വരും. വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ജോലിയുടെ ഒക്കെ വേക്കൻസി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ അയച്ച് നമുക്ക് ഉണ്ടാക്കി എഴുതാം. ആകെ പഠിക്കേണ്ടത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ എന്താണ് കാഷ്വൽ കോളേഴ്സ് ആണ്. അത് ക്ലിയർ ആയിട്ട് പഠിക്കാം മക്കളെ. അൺസോളിറ്റഡ് ആപ്ലിക്കൻസി എന്നാണ് നമ്മൾ ആളുകളെ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാഷ്വൽ കോളേഴ്സ്. ഇനി ടാലന്റ് ഉള്ള എംപ്ലോയീസ്, യങ് ആൻഡ് ടാലന്റ് എംപ്ലോയീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. അങ്ങനെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. യെസ്, ഇനി ഇതിന്റെ മെറിറ്റ് നമുക്ക് നോക്കിയാലോ വേഗം. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ആലോചിക്കുക, ഇത് കുറച്ചും കൂടി ഫെയർ. അതായത് നമുക്ക് ഓൾറെഡി ആരെയും അറിയില്ല, പാർഷ്വാലിറ്റി കാണിക്കാൻ പറ്റില്ല. പിന്നെ ട്രാൻസ്പെറൻസി, അതായത് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട്, അപ്പൊ കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിരിക്കും. പിന്നെ ഫ്രഷ് ആയ ആളുകളെ കിട്ടാം. പക്ഷേ അരുൺ സാറിന്റെ കാര്യത്തിൽ കിട്ടിയില്ലല്ലോ സാറേ. വൈഡർ സ്കോപ്പ് ഉണ്ട്, ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്
ഓർഗനൈസേഷന് ഗ്രോത്ത് ആയിരിക്കും. ഓർഗനൈസേഷന് വളർച്ച ഉണ്ടാവും അല്ലേ? ഡിസഡ്വാൻറ്റേജ് ഓൾറെഡി എംപ്ലോയി പണിക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? പുതിയ ആൾക്കാരെ കൂടെ സമ്മതിക്കോ? സാർ പോയി. അതെ, നെക്സ്റ്റ് അടുത്തത് ഒരാളെ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ സമയം എടുക്കും. പിന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഓൾറെഡി ഉള്ള എംപ്ലോയിക്ക് എന്തുണ്ടാകും? ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അതുപോലെ എന്താണ്? ഇൻസെക്യൂരിറ്റി, അവരുടെ ജോലി പോകുമോ എന്നുള്ളൊരു സെക്യൂരിറ്റി. അപ്പൊ മക്കളെ എല്ലാവർക്കും റിക്രൂട്ട്മെന്റ് ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച്. അപ്പോ നമ്മുടെ സ്റ്റാഫിങ്ങിന് ഒന്നാമത്തെ എലമെന്റ് ഏത് കഴിഞ്ഞു? റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു അല്ലെ? അടുത്ത സെലക്ഷനിലേക്ക് പോയാലും അതിന് മുൻപ് സാറേ ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്റേണലിന്റെയും എക്സ്റ്റേണലിന്റെയും എന്താണ് ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാകും. അഡ്വാൻസ് എഴുതാം, ഇന്റേണൽ എന്താണെന്ന് എഴുതാം, എക്സ്റ്റേണൽ എഴുതാം. പിന്നെ ഇന്റേണൽ ആണെങ്കിൽ എംപ്ലോയിയുടെ മോട്ടിവേഷൻ കൂടും, എക്സ്റ്റേണൽ ആണെങ്കിൽ മോട്ടിവേഷൻ കുറയും. ഇന്റേണൽ കുറച്ചും കൂടി കോസ്റ്റ്ലി അല്ല, ഇത് കോസ്റ്റ്ലി ആണെന്ന് എഴുതാം. പിന്നെ ഇത് ടൈം കൺസ്യൂമിംഗ് അല്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം? അഡ്വാൻറ്റേജസ് വെച്ചിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് എഴുതാം കേട്ടോ. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സെലക്ഷൻ പ്രോസസ്, സെലക്ഷന്റെ സ്റ്റെപ്സ് ആണ്. സെലക്ഷൻ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് നമ്മൾ എംപ്ലോയിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് സെലക്ഷൻ. നമ്മൾ ഐഡന്റിഫൈങ് ആൻഡ് ചൂസിംഗ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് സെലക്ഷൻ. അപ്പൊ ഈ സെലക്ഷന്റെ സ്റ്റെപ്പ് എന്താണ്? മുഹമ്മദ് ആസിഫ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആണ് പ്രിലിമിനറി സ്ക്രീനിങ്. നമ്മളിപ്പോ എന്താണ് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരും, സിവികളായിട്ട് വരും അല്ലെ? അപ്പൊ ജോബ് റെസ്യൂംസും സിവിയും കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് അൺക്വാളിഫൈഡ് ആയ ആളുകൾ അപ്പൊ തന്നെ പറക്കെടുത്ത് മാറ്റാം. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാം മക്കളെ. ചിലപ്പോ ഇത് മാത്രം ചോദിക്കും. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഫസ്റ്റ് ആണ് ഇന്റലിജൻസ്. നമ്മൾ എന്താണ് എംപ്ലോയിയുടെ ഐക്യു ടെസ്റ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എംപ്ലോയിയുടെ ന്യൂ ലേണിംഗ് സ്കില്ല്, പുതുതായിട്ട് എംപ്ലോയിക്ക് പഠിക്കാൻ വല്ല കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്. അതായത് പേഴ്സണാലിറ്റി, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എംപ്ലോയിയുടെ അതന്നെ ഇമോഷൻസ്, എംപ്ലോയിക്ക് മെച്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ റിയാക്ഷൻ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് പേഴ്സണാലിറ്റി. തന്നെ ഓൾറെഡി അവർ എന്ത് ക്വാളിഫിക്കേഷൻ വന്നേക്കുന്നത് അത് അറിയോ നോക്കുകയാണെങ്കിൽ ട്രേഡ് ടെസ്റ്റ്. ഓൾറെഡി അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതിൽ ട്രേഡ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ക്ലിയർ ആയിട്ട് പഠിക്കുക. ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾറെഡി ഉള്ള എംപ്ലോയീസിന്റെ ജോബിന്റെ പ്രൊഫിഷ്യൻസി അറിയാം. ഇതങ്ങനെയല്ല, പുതിയ ലേണിംഗ് സ്കിൽ ടെസ്റ്റ് ചെയ്യുക. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ അതിപ്പോ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഒരു കാര്യം പ്രത്യേകം ഒന്നുകൂടെ പറയാനുണ്ട്. ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയക്കും. അത് കൃത്യമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന 10 വാങ്ങിച്ച ആൾക്ക് ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം. മുഹമ്മദ് ആസിഫ്, കൗശിക് ഇടയ്ക്ക് കൊണ്ടുപോയിരുന്ന ഞാൻ കണ്ടെടുക്കുന്നേയില്ല. 10 മാർക്ക് എനിക്ക് തന്നെ വേണം. അടുത്ത മൂന്നാമത്തെ സെലക്ഷൻ പ്രോസസ് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യാം? എംപ്ലോയി നേരെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ നടത്തും. സിമ്പിൾ. നാലാമത് എന്താ ചെയ്യാ? ഇന്റർവ്യൂ ചെയ്ത് റെഫറൻസ് നമ്മൾ ബാഗ് ഇയാൾ എങ്ങനത്തെ പുള്ളിയാണ്, എന്തിനിങ്ങോട്ട് വന്നു, പൊളിക്കാനാണ്. അപ്പൊ അവരുടെ എന്ത് ചെയ്യും? നമ്മള് റെഫറൻസ് നോക്കും. അതായത് അവരുടെ എന്തെങ്കിലും പേര് അവർക്ക് നമുക്ക് റെഫറൻസ് തരും. ആരോട് വിളിച്ചന്വേഷിക്കണം, ശരിയായ വ്യക്തിയാണോ, നല്ല സ്വഭാവമാണോ, നന്നായിട്ട് ജോലി ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. അയാൾ മുമ്പ് എവിടെ വർക്ക് ചെയ്തിരുന്നു, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ അല്ലെ. ഇതൊക്കെയാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇതെല്ലാം കഴിഞ്ഞ അഞ്ചാമത് എന്ത് ചെയ്യുക? നമ്മളെല്ലാം നോക്കിയിട്ട് അതിൽ ഇത്രയും ക്വാളിഫൈഡ് ആളുകൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫൈനൽ സെലക്ഷൻ. 4 സ്റ്റെപ്പും പാസ്സായ ആളെ സെലക്ട് ചെയ്യും. മെഡിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കലി ഫിറ്റ് ആണോ നോക്കും അല്ലെ? മെഡിക്കൽ എക്സാമിനേഷൻ കാനഡയിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിരിക്കും. ഫിസിക്കലി ഫിറ്റ് ആണോ നോക്കും. അതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അടുത്ത് എന്ത് ചെയ്യും? ജോബ് ഓഫർ. ജോബ് ഓഫർ കൊടുക്കും. അതായത് നമ്മൾ ജോബ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ ജോബിന്റെ ഓഫർ കൊടുക്കും, ഓർഡർ ലെറ്റർ കൊടുക്കാന്നൊക്കെ പറയും. അത് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യും, എംപ്ലോയി ആകും. 8 സ്റ്റെപ്പാണ് മക്കളെ സെലക്ഷൻ പ്രോസസ്സിലുള്ളത്. അതിൽ ടെസ്റ്റുകൾ നന്നായി നോക്കുക. അത് മാത്രം എക്സാമിന് വരാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കാണിച്ച് എല്ലാവരും സെലക്ഷന്റെ സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കാം, സ്റ്റേജസ് പ്രോസസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അടുത്ത നമ്മുടെ റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ആണ് അല്ലെ? അതായത് ഒരു ജോലിയിൽ നമ്മൾ ഒരു എംപ്ലോയിനെ തെരഞ്ഞെടുക്കുക, സെർച്ച് ചെയ്യാം, ജോബിലേക്ക് എംപ്ലോയി അന്വേഷിക്കാം. വന്നവരിൽ നല്ല ആളുകളെ സെലക്ട് ചെയ്യാം, തെരഞ്ഞെടുക്കാം. സെലക്ഷൻ.
ഇതൊരു പോസിറ്റീവ് ആണ്, ഇതാണെങ്കിലോ നെഗറ്റീവ് എന്താണ് ആണ്. റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ടല്ലോ റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ. സെലക്ഷൻ അവർ കുറെ റിജക്ഷൻ ചെയ്യാണ് കുറെ പേര് കാര്യങ്ങളൊക്കെ അവിടെ നെഗറ്റീവ് തിങ്സ് വരില്ല. സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാനുള്ള കാരണം ഇത് സിമ്പിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ഇതാണെങ്കിലോ ഇത് എന്താണല്ലേ കോംപ്ലക്സ് ആണ്, മോർ എക്സ്പെൻസീവ് ആണ്. അതുല്യ അതുല്യക്ക് വേണ്ടേ? അതിലേക്ക് ബിസിനസ് സ്റ്റഡി സിമ്പിൾ ആണെന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റും സെലക്ഷനും ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ ഡൗട്ട് ആണോ? ആഷിക്ക് ഡൗട്ട് ആണോ മോനെ? ഡിഫറൻസ് എപ്പോഴും നിങ്ങൾ ഡിഫറൻസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡിഫറൻസ് ചോദിക്കും. എടാ ഇത് നമ്മൾ സിമ്പിൾ ആക്കി പറഞ്ഞേക്കണല്ലേ, കുറച്ചും കൂടി ഡിഫറൻസ്. എടാ ബിസിനസ് ആകുമ്പോ ഗ്യാസ് അടിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ 1 വേർഡിൽ അവസാനിപ്പിക്കരുത്. പിന്നെ എപ്പോഴും നമ്മൾ ഡിഫറൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആദ്യം രണ്ടും ഒരു ലൈനിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ദ ഫോളോയിങ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് കോളം വരച്ച് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡിഫറൻസ് പാരഗ്രാഫ് ആയിട്ട് എഴുതാതെ എപ്പോഴും കോളം വരച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇതിൽ നിന്നും ഇത് എത്രത്തോളം വ്യത്യസ്തമാണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിന്, ബിസിനസ് അല്ല എക്കണോമിക്സ് ഒക്കെ ആണെങ്കിലും ഡിഫറൻസ് ചോദിക്കുമ്പോൾ ആദ്യം ഒരു പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫ്. അപ്പൊ ഡിഫറൻസ് ആവൂല. ഡിഫറൻസ് എപ്പോഴും അതെ, ഒരു കോളം വരച്ചിട്ട് 2 ഡിഫറൻസ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയപ്പോ പലരും അങ്ങനെ എഴുതുന്നവര് മാറ്റി എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മാർക്കിനനുസരിച്ച് കുറച്ച് എലാബറേറ്റ് ചെയ്യുക. എവിടെയൊക്കെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഡയഗ്രാം വരയ്ക്കുക. ഇനി 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ആദ്യം അത് രണ്ടും എന്താന്ന് 2 പാരഗ്രാഫ് എഴുതിയിട്ട് ഡിഫറൻസ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് പോലും ടീച്ചർക്ക് കുറയ്ക്കാൻ തോന്നൂല. അതിൽ കൂടുതൽ മനസ്സിലായില്ലേ? നല്ല രീതിയിൽ പ്രസന്റേഷൻ മുഖ്യം ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ പ്രസന്റ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 80 മാർക്ക് ബിസിനസ്സിൽ വാങ്ങണമെങ്കിൽ പ്രസന്റേഷൻ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ കരകുര വെട്ടുക, വെട്ടാണെങ്കിൽ ഒരു ലൈനിലാണ് എന്നിട്ട് അടുത്ത ടോപ്പിക് എഴുതുക കേട്ടോ. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. മാർക്ക് അനുസരിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. 2 മാർക്കിനൊക്കെ ഒരു പേജിൽ നിന്ന് സമയം കളയരുത്. കൃത്യമായിട്ട് സാറ് പറഞ്ഞല്ലേ വൃത്തിയായിട്ട് 2 മാർക്കിന് ഞാൻ ഒരു പേജ് ചെയ്തു കേട്ടോ. മാർക്കിനനുസരിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ അറ്റൻഡ് ചെയ്ത് പോവരുത്. അതുപോലെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം ആദ്യം. അതായത് ഓപ്ഷണൽ ആകുമ്പോൾ 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 6 അറ്റൻഡ് എന്ത് ചെയ്യാം, 6 എണ്ണം പക്കയായിട്ട് അറിയുന്ന അറ്റൻഡ് ചെയ്യാം. അതാണ് ടിക്കറ്റ്. നിങ്ങൾ കോൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം പ്ലാൻ ചെയ്യാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് അത് ആദ്യം ടിക്കറ്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് ലാസ്റ്റ് എല്ലാ സമയം കഴിഞ്ഞിട്ട് ഇനി ബാക്കി വല്ല സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സെക്ഷനിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഇത് എക്സ്ട്രാ ചെയ്യാം. അവിടെ ഒരു സെക്ഷനിൽ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ഓരോന്ന് വെച്ച് ചെയ്യാം കേട്ടോ. ഓരോന്ന് വെച്ച് ഓരോ സെക്ഷനിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ, ഏതെങ്കിലും സെക്ഷനിൽ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചേ. നമുക്ക് ട്രെയിനിങ്ങിന് മെത്തേഡ്സിലേക്ക് മറ്റൊരു ടോപ്പിക് ആണ് ട്രെയിനിങ്ങിന് മെത്തേഡ്സ്. ഒരു എംപ്ലോയിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ട്രെയിനിങ് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? ഓൺ ദി ജോബിലും കൊടുക്കാം, ഓഫ് ദി ജോബ് ആയിട്ടും കൊടുക്കാം. ഓൺ ദി ജോബ് എന്ന് പറഞ്ഞാൽ ജോബിൽ ഇരുന്ന് കൊണ്ട് ലേണിംഗ് വൈൽ ഡൂയിങ്. ഓർഗനൈസേഷനുള്ളിൽ ട്രെയിനിങ് ആണെങ്കിൽ ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓഫ് ദി ജോബ് ട്രെയിനിങ് ഓർഗനൈസേഷന്റെ പുറത്ത് ട്രെയിനിങ് കൊടുത്തിട്ട് ജോലിക്ക് കയറ്റുള്ളൂ. അതായത് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ബിഫോർ ഡൂയിങ് ആണെങ്കിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ്, വൈൽ ഡൂയിങ് ആണെങ്കിൽ ഓൺ ദി ജോബ് ട്രെയിനിങ്. അപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ് നമുക്ക് ആദ്യം നോക്കാം അല്ലേ? ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആകെ എത്ര വരുന്നത്? 4 വരുന്നുള്ളൂ. ആകെ 4. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അപ്രന്റീസ് ആക്കാം. ഫ്രണ്ട്സിന് ഒരു മാസ്റ്റർ വർക്കറുടെ കീഴിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താണ് എംപ്ലോയിനെ കൊണ്ട് പണിയെടുപ്പിക്കും. നന്നായിട്ട് അറിയാവുന്ന ആളാണ് മാസ്റ്റർ വർക്കർ. അയാളുടെ അടിയിൽ പോയിട്ട് അയാളെ കണ്ട് പഠിക്കാൻ പറയില്ല. അതാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. ക്ലിയർ അല്ലേ? കോച്ചിങ് കൊടുക്കാന്ന് പറഞ്ഞാലോ, അതായത് നമ്മളൊരു സൂപ്പർവൈസർ വന്നിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് മാത്രമാണെങ്കിൽ അതാണ് കോച്ചിങ്. അത് കോച്ച് പോലെ. അതായത് superior guides and instruct the trainee ആണ് അല്ലേ? ഒരു ട്രെയിനിക്ക് ഇൻസ്ട്രക്ഷനും ഗൈഡൻസും കൊടുക്കുകയാണെങ്കിൽ അതാണ് കോച്ചിങ്. അടുത്താണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഇപ്പൊ CA ഒക്കെ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആ അതായത് കോഴ്സ് കഴിയുമ്പോൾ ട്രെയിനിങ് കൊടുക്കും. ആ ഒരു കോഴ്സിന്റെ
പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടിയെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടിക്കൽ നോളജ് കൊടുക്കും. ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. അടുത്ത ജോബ് റൊട്ടേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് മറ്റു ജോബിലേക്ക് എന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റി 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 എല്ലാം പഠിപ്പിക്കാം. അതാണ് ജോബ് റൊട്ടേഷൻ. ഇത് ഒരു ജോലി മാത്രമല്ല പഠിപ്പിക്കുക, എല്ലാം പഠിപ്പിക്കണം. ഒരു ജോലി കുറച്ച് അത് പഠിപ്പിക്കും. അത് പഞ്ചാബി ഹൗസിൽ നമ്മുടെ ഹരിസ് വെച്ച് ആദ്യം നീ ശരിപ്പതേക്ക് അതാണ് ജോബ് റൊട്ടേഷൻ. അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് ക്ലിയർ ആണ് കാണിച്ച എല്ലാവരും? ഇന്റേൺഷിപ്പ് പഠിക്കുന്ന ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് അടുത്തത് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. അതിന് കുറച്ച് അധികം ഉണ്ട്. ചിലപ്പോ ഇത് മാത്രമായിട്ട് എസ്സേ ചോദിക്കാം. അതിലേതൊക്കെ? ക്ലാസ് ലെക്ചേഴ്സ് ഓർ കോൺഫറൻസ്. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയിരുത്തിയിട്ട് ഒരു ഹാളിൽ കൊണ്ടുപോയിരുത്തും അവിടുത്തെ ഇൻഫോർമേഷൻസും റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ക്ലാസ് റൂം ജസ്റ്റ് ലെക്ചറിങ് വഴി. അടുത്ത ഫിലിംസ് ആണ്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കാം. ദാറ്റ് ഈസ് ഫിലിം. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ചില ഇപ്പൊ നമുക്ക് അറിയാം, ഒരു അഡ്വക്കേറ്റ് ആവാൻ പോവാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അവർ കേസ് സ്റ്റഡി ആയിരിക്കും അല്ലെ? ആ കേസിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കുക അല്ലെ? ആ പ്രോബ്ലത്തെ കുറിച്ച് പഠിച്ചിട്ട് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് കേസ് സ്റ്റഡി. അടുത്ത കമ്പ്യൂട്ടർ മോഡലിംഗ്. എന്താ കമ്പ്യൂട്ടർ മോഡലിംഗ്? നമുക്ക് ജോബിന്റെ റിയാലിറ്റീസ്, ജോബ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ആ ഒരു റിയാലിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതിനെയാണ് എന്താ പറയാ, ഇപ്പൊ പൈലറ്റിനൊക്കെ ട്രെയിനിങ് കൊടുക്കും, കോക്പിറ്റിന്റെ ഒക്കെ ട്രെയിനിങ് അങ്ങനെ കൊടുക്കാം അല്ലെ? കമ്പ്യൂട്ടർ മോഡലിംഗ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ക്ലിയർ ആയിട്ട് പഠിക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാട്ടോ, ഈ ലൈൻ ഉണ്ടാവും അതിനകത്ത്. വർക്ക് എൻവയോൺമെന്റ് സിമിലർ ടു ദ ആക്ച്വൽ കണ്ടീഷൻസ് ഈസ് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി. നമ്മൾ എന്ത് ചെയ്യും? ഒരു ആക്ച്വൽ എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീവണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടുന്ന തീവണ്ടിയിലോ അല്ലെങ്കിൽ ഓടിക്കൊണ്ട് ഫ്ലൈറ്റിലൊക്കെ ഇട്ടല്ല ചെയ്യാം. പിന്നെ എന്ത് ചെയ്യും? അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതേ മെറ്റീരിയൽസ് അതേ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതേ ടൂൾസും അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. പക്ഷെ അത് ഓർഗനൈസേഷന്റെ ഉള്ളിലല്ല, പുറത്തായിരിക്കും. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അടുത്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഇൻഫർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻടു മീനിങ്ഫുൾ യൂണിറ്റ് അല്ലെ? വിവരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ മാറ്റിയിട്ട് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് പഠിപ്പിക്കാം. അതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ, നിങ്ങൾക്ക് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന്റെ വൺ വേർഡ് മാറിപ്പോകരുത് കേട്ടോ. ഓർഗനൈസേഷന്റെ ഉള്ളിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഏതാണെന്ന് ചോദിച്ചത് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ക്ലിയർ ആണ് കൈവശിക്കാൻ? ഓർഗനൈസേഷന്റെ ഉള്ളിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. അതേപോലെ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ ക്രിയേറ്റ് കൊടുക്കുന്ന ട്രെയിനിങ് ഏതാണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. അത് രണ്ടും മാറിപ്പോകരുത്. എപ്പോഴും ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന്റെയും വെസ്റ്റിബ്യൂളിന്റെയും വൺ വേർഡ് തെറ്റിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ, ഇപ്പൊ ഇത് തെറ്റിക്കില്ലല്ലോ, തെറ്റല്ലേ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത ടോപ്പിക്കാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിൽ ഡിഫറൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ട്രെയിനിങ് ആണെങ്കിൽ എന്താണ്? ജോബ് ചെയ്യാനുള്ള സ്കില്ല് കൂട്ടും. ഡെവലപ്മെന്റ് ആണെങ്കിൽ എന്താണ്? ഓൾറെഡി എംപ്ലോയിന് മൊത്തം എല്ലാ ആസ്പെക്റ്റിലും ഗ്രോത്ത് കൊണ്ടുവരും. ട്രെയിനിങ് മെയിൻ ശ്രദ്ധിക്കുക, ജോബ് സ്കില്ല് കൂട്ടിയാൽ ഇത് ട്രെയിനിങ്. ഇത് അങ്ങനെയല്ല, ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ആവും അല്ലെ? നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് വരും. ഇത് ലോങ് ടൈം ആയിരിക്കും. ഇത് ജോബ് സെന്റർഡ് ആണ്, ജോബിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് കരിയറിനാണ് പ്രാധാന്യം കൊടുക്കുക. റോൾ ഓഫ് സുപ്പീരിയർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ സുപ്പീരിയറുടെ റോള് വളരെ പ്രാധാന്യമുണ്ട്. ട്രെയിനിങ് കൊടുക്കാൻ സുപ്പീരിയർ വേണമല്ലോ. അവിടെയാണെങ്കിലോ അവിടെ അങ്ങനെ വേണ്ട, നമുക്ക് ഒന്നും ഡെവലപ്മെന്റ് ആക്കാം. അപ്പൊ നമ്മളുടെ പോകാം. കൃഷ്ണേന്ദു കൃഷ്ണൻ ചോദിച്ചു. സോറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണേന്ദു കൃഷ്ണനന്ദയോട് ചോദിക്കാം. താഴെ ഉണ്ടായ ആള് ഹയർ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അതിനെ നമ്മൾ എന്താ പറയാ? ക്യാരിങ് ഹയർ റെസ്പോൺസിബിലിറ്റീസ്, ഫെസിലിറ്റീസ്. ഹയർ എന്ന് വെച്ചാൽ ജോബാണ്, നിങ്ങൾ വേറെ ചിന്തിക്കില്ല. സോറി, ഹയർ ടി ലെവൽ എംപ്ലോയിനെ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഏതാണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണോ, പ്രൊമോഷൻ ആണോ, ട്രാൻസ്ഫർ ആണോ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണോ? കൃഷ്ണ എന്താണ് മൈബൂസ്? ഡാഷ് ടെസ്റ്റ് measure the level of knowledge and proficiency. Knowledge and proficiency ആണ് ട്ടോ. In the area of professions or technical training ആണ്. നമ്മളുടെ പ്രൊഫഷനിലുള്ള നമ്മളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്, നമ്മളുടെ പ്രൊഫഷൻ ഏതാണോ, നമ്മളുടെ ജോലി മേഖല ഏതാണോ, അതിനുള്ള നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാം. ട്രേഡ് ടെസ്റ്റ്,
പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഏതാണ്? ടെക്നിക്കൽ ട്രെയിനിങ്, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പ്രൊഫഷൻസി, Yes, മക്കളെ ആൻസർ ജോലിയുമായി ബന്ധപ്പെട്ട നോളജ് അല്ലെ, അറിവ്, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന രീതി ആരെ വിളിക്കാം? ആരെ വിളിക്കണം? യെസ് സാറേ വിളിക്കാലോ. അപ്പൊ ആരെ വിളിക്കണം സാർ? ആരെ വിളിക്കാം? യദു. യദു. യദു മോനെ. അയ്യോ എന്തോ സാറേ. ഉത്തരം പറയണോ? ഏത് ടെസ്റ്റാ? ഹലോയാ? ആ ഓപ്ഷനിലോ? ആ എടാ ഞങ്ങൾക്ക് കേൾക്കട്ടെ, നീ പറഞ്ഞോ. ഓക്കെ ആണ്, നീ ആൻസർ പറഞ്ഞോ. ഉത്തരം പറഞ്ഞോ. ജബ ജബേണോ ഇതില് ഏതാ ആൻസർ മോനെ? 4 എന്ന് പറയണ്ടോ? ഞാനിവിടെ പോയി നന്നായി. ലിലിയ എവിടെ പോയി പരിപാടികളൊക്കെ? ഞാൻ ഒന്നും പറയണില്ല, സാറ് പറയൂ. മുദ്ര ശ്രദ്ധിക്കി മക്കളെ, മുദ്ര ശ്രദ്ധിക്കി. ലെവൽ ഓഫ് നോളജ് ആൻഡ് പ്രൊഫഷൻസി ഇൻ ദ ഏരിയ ഓഫ് പ്രൊഫഷൻസ് ഓർ ടെക്നിക്കൽ ട്രെയിനിങ്. അവരുടെ പ്രൊഫഷൻ ഇല്ലേ, പ്രൊഫഷൻ, അവരുടെ ജോലി അല്ല, അവരുടെ ജോലി എത്രത്തോളം അവർക്ക് അറിവുണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താ? ഏത് ടെസ്റ്റാ? എത്ര പേർക്ക് അറിയാം മക്കളെ? ഹാൻഡ് റൈസ് ചെയ്യണം. അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തേ. 1 മാർക്ക് ആർക്കാ കിട്ടുന്ന നോക്കാലോ. അറിയാതെ പിള്ളേരുണ്ട് സാറേ. എക്സാമ്പിൾ ഒക്കെ പറഞ്ഞപ്പോ അതന്നെ. സിഡാൻ. ഓക്കെ, സിഡാൻ ആൻസർ ഇടാം. വെരി ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അക്കൗണ്ടിങ് ജോബിന് അല്ല, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ജോലിക്ക് അക്കൗണ്ടൻസി അറിയാത്ത ഒരാളെ കൊണ്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ ആ നോളജ്, അതായത് ആ ഒരു സബ്ജക്റ്റിൽ, ആ ഒരു പ്രൊഫഷൻസിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിൽ എത്രത്തോളം നോളജ് ഉണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താ? ട്രെയിൻ ടെസ്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ആയ ലിലിയ? അപ്പൊ നമ്മുടെ പ്രൊഫഷന്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാ, അതാണ് എന്ത്? ട്രേഡ് ടെസ്റ്റ്. പേഴ്സണാലിറ്റി എന്താണ്? നമ്മുടെ ഇമോഷൻസും റിയാക്ഷൻസും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണാലിറ്റി. ഇൻട്രസ്റ്റ്, ഇന്റലിജൻസ്, IQ ടെസ്റ്റ് ചെയ്യാ. ഇൻട്രസ്റ്റ് എന്താണ്? നമ്മുടെ താല്പര്യം എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാ. ഹാബിറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യാ. ഇനി മറ്റേ ആപ്റ്റിറ്റ്യൂഡ് മറന്നു പോകരുത്, ലേണിംഗ് സ്കിൽ ടെസ്റ്റ് ചെയ്യാം. യെസ്. ഡാഷ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ്. ഒരു ജോലി ചെയ്യാൻ നോളജും സ്കില്ലും കൂട്ടുന്നത് എന്തിലൂടെയാണ്? ട്രെയിനിങ് ആണോ, ഇൻട്രസ്റ്റ് ആണോ, അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല? യെസ് മക്കളെ, വേഗം ആൻസർ പറഞ്ഞേ. 2 ഓപ്ഷനുള്ളൂ. യെസ്, സിമ്പിൾ. സിമ്പിൾ. രണ്ടാണ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. യെസ്, അതന്നെ. 50-50. ഓ, ശ്രീഷ്മ സന്തോഷായി. സാധാരണ മൈക്ക് ഓഫ് ആക്കലാണ് മതി. ബ്രേക്ക് വരെ ഇപ്പോഴത്തെ എനിക്ക് തോന്നില്ല. വേണമെന്ന് കഴിച്ചു കാണിച്ചേ, അല്ല തിന്നണോ? ഒരു എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ബ്രേക്ക് ഉള്ളൂ. വേഗം വരണേ. 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. അതല്ലെങ്കിൽ 9 മാർക്ക് കിട്ടുള്ളൂ. 5 മിനിറ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്ക് വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ ടീച്ചറേ? നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ആണ്. ഇത് എത്ര മാർക്കിന് വരും? 11 മാർക്ക്. മക്കളെ, 11 മാർക്കിന് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്, എല്ലാ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ എന്താണ് ഡയറക്റ്റിംഗ്? നമുക്ക് നോക്കിയാലോ. ഡയറക്റ്റിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡയറക്റ്റിംഗ് റെഫേഴ്സ് ടു എന്താണ്? പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾസ് ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഡയറക്ടർ ഡ്യൂട്ടി എന്താണ്? അത് തന്നെ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുകയും ഗൈഡ് ചെയ്യാം, കൗൺസിലിംഗ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യുന്ന പീപ്പിൾ ആണ് ഡയറക്റ്റിംഗ്. അതിന് ഫീച്ചർ ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? ഡയറക്ഷൻ, ഇനിഷ്യേറ്റ് ആക്ഷൻ എഴുതാം. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവാസീവ് ആണ്, എല്ലാ ലെവലും ഡയറക്ഷൻ വേണം. പിന്നെ എന്താണ്? ടോപ്പിൽ നിന്ന് ലെവലിലേക്കാണ് ഡയറക്ഷൻ പോവേണ്ടത്. ഇതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ചിലപ്പോൾ ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് അടുത്ത ടോപ്പിക്. ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? ഇനീഷ്യേറ്റ് ആക്ഷൻ, നമ്മുടെ ഒരു ആക്ഷന് മുൻകൈ എടുക്കാൻ സഹായിക്കും. പിന്നെ എന്താണ്?
മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും, പ്രൊഡക്ടിവിറ്റി കൂട്ടും, കോർഡിനേഷൻ ഉണ്ടാക്കും. കോർഡിനേഷൻ അല്ലെ, ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണം അല്ലെ. അപ്പൊ അച്ചീവ്സ് കോർഡിനേഷൻ. നെക്സ്റ്റ് ഡയറക്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് മാക്സിമം കൂട്ടാൻ പറയുന്നുണ്ട്. ഇവരെന്താണ്, ഹാർമണി വേണം, യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നുണ്ട്, ഡയറക്ഷന്റെ ടെക്നിക്സ്, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ലീഡർഷിപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് എഴുതാൻ പറ്റുന്നത് പഠിച്ചു വെക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ. എലമെന്റ്സ് ഏതൊക്കെയാണ്? 4 എലമെന്റ്സ് ഉള്ളൂ. യെസ്, മാറിപ്പോകരുത്, 4 എണ്ണോട്ടാ. യെസ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ സബോർഡിനേറ്റേഴ്സിന്റെ വർക്ക് ക്ലോസ് വാച്ച് ചെയ്യുക, നമ്മൾ ഓവർ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഡെൽവിൻ സാർ നിങ്ങളെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്, ഓവർ സീയിങ്, ദാറ്റ് ഈസ് സൂപ്പർവിഷൻ. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, തിന്നുന്നുണ്ടോ, അതൊക്കെയാണ് സൂപ്പർവിഷൻ. എന്നോ ഡെൽവിൻ സാർ കൊതിക്കും. ഇനി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ നമ്മുടെ ഇടയ്ക്ക് സാർ ഞാൻ വിളിക്കാറില്ലേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേസ് തന്നെ, അതായത് നമ്മളൊരു ആക്ഷന് വേണ്ടി എന്ത് പ്രേരിപ്പിക്കുന്നു, നമ്മുടെ സാറിന്റെ ചീത്തയാകാം അല്ലെ, അതേപോലെ ആക്ഷന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പരിപാടിനെ എന്ത് പറയാ, മോട്ടിവേഷൻ. കുറച്ച് വേണം പറയുന്നത് സാർ മോട്ടിവേഷൻ. അടുത്താണ് ലീഡർഷിപ്പ്. എന്താ? ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് അല്ലെ. എന്താ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ സ്വഭാവത്തെ നമുക്ക് ഇൻഫ്ലുവൻസ് സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് വേണം, ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. അതായത് ലീഡർ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കണം, അതിനെയാണ് എന്ത് പറയുന്നത്, ലീഡർഷിപ്പ്. മോനെ അഭിഷേക് നിനക്ക് എന്ത് പറ്റിയടാ, സച്ചിൻ എന്ത് പറ്റിയടാ. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസും ഒപ്പീനിയൻസും എല്ലാ ഇമോഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ 2 വ്യക്തികൾ തമ്മിൽ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആദ്യം സൂപ്പർവിഷനെ കുറിച്ച് പഠിച്ചാലോ. ഫസ്റ്റ് എലമെന്റ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ആയിരുന്നു, ഒരു 6 പോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂപ്പർവിഷൻ എന്താണെന്ന് പഠിക്കുക, സൂപ്പർവിഷന്റെ റോളോ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ എന്താണ് സൂപ്പർവൈസറുടെ റോൾ സൂപ്പർവൈസർ ആരാണ്, സൂപ്പർവൈസറുടെ റോൾ എന്താണ്, സിമ്പിൾ ആയിട്ട് ചെയ്താലോ. ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആകാം, വർക്കറും മാനേജ്മെന്റ് തമ്മിലുള്ള ലിങ്ക് ആണ്. അതേപോലെ നല്ല സൂപ്പർവൈസർ ആണെങ്കിൽ എന്ത് ചെയ്യും, എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കും, ജോബ് ട്രെയിനിങ് കൊടുക്കും, അതുപോലെ എംപ്ലോയിയുടെ വർക്ക് അനലൈസ് ചെയ്യും, എംപ്ലോയിക്ക് ഫീഡ്ബാക്ക് കൊടുക്കും, പിന്നെ എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ കോപ്പറേഷൻ ഉണ്ട്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. അപ്പൊ സൂപ്പർവിഷൻ കഴിഞ്ഞാൽ മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്യണം, അവിടെ ഒരു ഇന്റേണൽ ഫീലിംഗ് വേണം. അപ്പൊ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ചെയ്യുമ്പോൾ എന്താണ്, എംപ്ലോയീസിന് ഒരു ഇന്റേണൽ ഫീലിംഗ് വേണം. അതുപോലെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫുൾ പ്ലസ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കൂലേ. അതന്നെ ഡയറക്ടർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, തിരിച്ചുകൊണ്ട് കൊല്ലാമല്ലേ. അതെ, കോംപ്ലക്സ് ആണ്, ആർക്കും എങ്ങനെ വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മോട്ടിവേഷൻ ഫീച്ചേഴ്സ് ക്ലിയർ ആണല്ലോ. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് എബ്രഹാം മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി. അതിന്റെ പിരമിഡ് വരയ്ക്കാൻ ഉറപ്പായിട്ടും വരയ്ക്കേണ്ടത്. ഇത് ചോദിച്ചാൽ ഉറപ്പായിട്ട് വരയ്ക്കാം കേട്ടോ. ഈ വട്ടം മോഡൽ മോഡൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഡയഗ്രാമിനെ വരച്ചു വെക്കുക. സാറേ ഡയഗ്രാം ചോദ്യം അതിന് മുകളിൽ എഴുതി വെക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഏതാ വരുന്നത്, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. അതായത് നമുക്ക് എന്താണ് അടിസ്ഥാനമായ കുറച്ച് ആവശ്യങ്ങളുണ്ട്, ഹങ്കർ, ഷെൽട്ടർ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ത് വേണം, ബേസിക് ആയിട്ടുള്ള സാലറി വേണം. അപ്പൊ ബേസിക് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹങ്കർ, ഷെൽട്ടർ, നമുക്ക് ഫുഡ് മേടിക്കാം, അതായത് നമുക്കൊരു വീട് വെക്കാം. അപ്പൊ അതിനെന്താ വേണ്ടത്, ബേസിക് സാലറി. അടുത്ത എന്താണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ്. സേഫ്റ്റി വേണം അല്ലെ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്തുണ്ടായിരിക്കണം, എംപ്ലോയീസിന് ഒരു സേഫ്റ്റി സെക്യൂരിറ്റി വേണം, ഭാവിയിലേക്ക് നമുക്ക് സുരക്ഷിതം. അപ്പൊ എന്താ വേണം, അതിന് പെൻഷൻ പ്ലാൻസ് വേണം അല്ലെ. അപ്പൊ നമുക്ക് പെൻഷൻ സ്കീം ഒക്കെ ഉണ്ടെങ്കിൽ, PF ഒക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും, നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, ഇപ്പോഴും ഭാവിയിൽ എന്തുണ്ടാകും, സേഫ്റ്റി ഉണ്ടാകും. ഗവൺമെന്റ് ജോബ്സ് ഒക്കെ ആളുകൾ നോക്കുന്നില്ല, പെൻഷനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ സെറ്റ് ആണല്ലേ. അതാണ് സേഫ്റ്റി. അടുത്താണ് അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്നെസ് ടു സോഷ്യൽ നീഡ്സ്. അതായത് സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഷ്യൽ ആണല്ലോ, നമുക്ക് എന്ത് വേണം, ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് വേണം. ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ നീഡ്സ് ആണ്. അടുത്താണ് എസ്റ്റീം നീഡ്സ്. അതായത് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് സ്റ്റാറ്റസ്, മറ്റുള്ളവർ അംഗീകരിക്കണം, അതിന് നമുക്ക് സ്റ്റാറ്റസ് വേണം, പ്രമോഷൻ വേണം. അതൊക്കെ എവിടെ വരാം, എസ്റ്റീം നീഡ്സിലാ വരാം. ഇത് പഠിച്ചു വെക്കുക. ഏറ്റവും ഹയസ്റ്റ് നീഡാണ് ഓർഗനൈസേഷനിൽ നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി തെളിയിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമുക്ക് കിട്ടും. ഇതാണ് മോട്ടിവേഷൻ തിയറി. എക്സാമിന് ചോദിക്കും, നിങ്ങൾക്ക് ആകെ ഒരു മോട്ടിവേഷൻ തിയറി പഠിക്കാനുള്ളൂ. അപ്പൊ മോട്ടിവേഷനെ കണ്ടാൽ ചാടി വീഴ, അത് മാസ്ലോസിന്റെ ഈ നീഡ് ഹൈറാർക്കി തിയറിയാണ്. ഡയഗ്രാം വരച്ചു വെക്കുക, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ അല്ലേ. എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ. നെക്സ്റ്റ് അടുത്തത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഇതും ചിലപ്പോൾ എസ് ആയിട്ട് വരാം. അത് ചോദിച്ചാൽ പിന്നെ ചോദിക്കില്ല, വരാൻ ചാൻസ് ഉള്ളൂ.
അപ്പൊ മോണിറ്ററി ഇൻസെന്റീവ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസെന്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും വരുന്നുണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ മണിയാണ്. അപ്പൊ അതാണ് മോണിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ മോണിറ്ററിയും ചോദിക്കാം, ഫിനാൻഷ്യലും ചോദിക്കാം, രണ്ട് സെയിം തന്നെയാണ്. അതുപോലെ നോൺ മോണിറ്ററി തന്നെ നോൺ ഫിനാൻഷ്യൽ ചോദിക്കാം. കറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ മോണിറ്ററി ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ രൂപത്തിൽ കൊടുക്കുക അല്ലെ, മണിയുടെ രൂപത്തിൽ കൊടുക്കുന്ന ഇൻസെന്റീവ് ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. ഏതൊക്കെയാണ് അതിനകത്ത് വരിക? പേ ആൻഡ് അലവൻസ്, അതായത് സാലറി കൊടുക്കുക, ഡിയർനെസ് അലവൻസ് കൊടുക്കുക, TA കൊടുക്കുക. അപ്പൊ അലവൻസും സാലറി ആണെങ്കിൽ പേ ആൻഡ് അലവൻസ്. അതുപോലെ പ്രോഫിറ്റ് ഷെയറിംഗ് കൊടുക്കില്ല, ലാഭവിഹിതം കൊടുക്കില്ല എംപ്ലോയിക്ക് സാലറി കൂടാതെ, അതും ഒരു ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. കോ പാർട്ട്ണർഷിപ്പ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഷെയറിന്റെ പ്രൈസ് 10 രൂപയാണെങ്കിൽ എംപ്ലോയിക്ക് എത്ര രൂപ കൊടുക്കും? 8 രൂപ കൊടുക്കും. മാർക്കറ്റ് പ്രൈസ് 10 ആണെങ്കിൽ നമുക്ക് 8 രൂപ കിട്ടും. പുറത്തേക്ക് നമ്മൾ ഷെയർ 10 രൂപയ്ക്ക് കൊടുക്കാം, പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ ഷെയർ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. പക്ഷെ നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഡിസ്കൗണ്ടിൽ കൊടുക്കും. അതാണ് കോ പാർട്ട്ണർഷിപ്പ്. ക്ലിയർ ആയിട്ട് പരിഗണിക്കും. അടുത്ത ബോണസ്, ഓണം വരുമ്പോഴും ഓണം വിഷു കലണ്ടർ മനോരമ. അടുത്ത കമ്മീഷൻ കൊടുക്കാം, അവരുടെ ഇത്രത്തോളം ടേൺ ഓവർ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്ര ശതമാനം കമ്മീഷൻ കൊടുക്കാം. അത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അതായത് PF ഗ്രാറ്റുവിറ്റി, റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഇനി പെർക്യൂസിറ്റ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഹൗസിംഗിന്റെ എമൗണ്ട് കൊടുക്കുക, പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതന്നെ മെഡിക്കൽ എക്സ്പെൻസ്, മെഡിക്കൽ എയ്ഡ്സ് ഒക്കെ കൊടുക്കുക. അതൊക്കെ എന്താണ്? പെർക്യൂസിറ്റ്സ് ആണ്. ആ പേരുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മണിയുടെ രൂപത്തിൽ കൊടുക്കുന്ന ഇൻസെന്റീവ് ആണ്. നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ ആകുമ്പോൾ സ്റ്റാറ്റസ്, നമുക്ക് എന്ത് ചെയ്യാം, പദവി കൊടുക്കുക. ചില ഓർഗനൈസേഷനിൽ പദവികൾ ഉണ്ടാവും. പ്രൊമോഷൻ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റസ് ലോവർ ലെവലിന് മുകളിലേക്ക് ആക്കില്ല, അപ്പൊ സ്റ്റാറ്റസ് മാറാം, പദവി മാറാം. അതുപോലെ ഓർഗനൈസേഷനുകളുടെ ക്ലൈമറ്റ്, എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കമ്പനി അല്ലേ, വർക്ക് ചെയ്യാനുള്ള ഒരു വൈബ് അല്ലെ. നെക്സ്റ്റ് അടുത്തത് കരിയർ അഡ്വാൻസ്മെന്റ്, ട്രെയിനിങ് കൊടുക്കുക, ഭയങ്കര അതായത് ഉള്ള ജോലി, ഇത് ക്ലിയർ ആയിട്ട് പഠിക്കും മക്കളെ. ജോലി കുറച്ചും കൂടി ചാലഞ്ചിങ് ആക്കി ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ജോബ് എൻറിച്ച്മെന്റ്. എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളുള്ള ജോബ് എന്ത് ചെയ്യുക, ചാലഞ്ചിങ് ആൻഡ് ടാസ്ക് ആക്കി കൊടുക്കുക, ഇൻട്രസ്റ്റ് ആക്കി കൊടുക്കുക. ദാറ്റ് ഈസ് എന്താണ്? ജോബ് എൻറിച്ച്മെന്റ്. നെക്സ്റ്റ് അടുത്തത് എംപ്ലോയി റെക്കഗ്നിഷൻ. എംപ്ലോയിനെ നല്ല പെർഫോമൻസിനൊക്കെ അവർ അനുമോദിക്കുക, വിളിച്ച് കൈ കൊടുത്തില്ലേ, അനുമോദിക്കുക. അതൊരു എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം, സ്റ്റുഡന്റ് റെക്കഗ്നിഷൻ പ്രോഗ്രാം മാറ്റണം. അപ്പൊ ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. അതായത് നമ്മുടെ ജോബ് എടുത്ത് പോകാൻ പാടില്ല അല്ലെ, ജോബിന് സെക്യൂരിറ്റി കൊടുക്കുക, അല്ലെ പെർമനന്റ് അവരുടെ തീരുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പരിഗണിച്ച് ഡിസിഷൻ ഒക്കെ എടുക്കാം. ഇതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കിയാലോ, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ഡിഫറൻസ് നോക്കിയാലോ, ഓൾറെഡി പറഞ്ഞതാണ്. പണത്തിന്റെ രൂപത്തിലാണ്, ഇതാണെങ്കിലോ പണത്തിന്റെ രൂപത്തിലല്ല, ഇത് വിസിബിൾ ആണ്, കാണാൻ പറ്റും. പൈസ കാണാൻ പറ്റൂലേ? ഇത് കാണാൻ പറ്റും. ഇതാണെങ്കിലോ ലോവർ ലെവൽ എംപ്ലോയീസിന് പൈസ കിട്ടിയാൽ ആർക്കും ഇഷ്ടപ്പെടാൻ ലോവർ ലെവലിന്. പൈസ വേണ്ടല്ലോ, സ്റ്റാറ്റസ് അല്ലേ പ്രാധാന്യം. അത് മിഡിലും ടോപ്പ് ലെവൽ. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ മക്കളെ. യെസ്. അടുത്താണ് നമ്മുടെ ലീഡർഷിപ്പ്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സ്. ഒരു ലീഡർ ആണെങ്കിൽ എന്ത് ചെയ്യും സാറേ, നമ്മൾ എന്ത് ചെയ്യും, അതേഴ്സിനെ, നമ്മുടെ പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കാൻ ലീഡറും ഫോളോവറും തമ്മിൽ എന്ത് വേണം, ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം. അതുപോലെ ലീഡർ എന്ത് ചെയ്യണം, എപ്പോഴും ഓർഗനൈസേഷന്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കണം. ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം? ഇത് നമുക്ക് എല്ലാത്തിനും എഴുതാം മക്കളെ. കണ്ടിന്യൂസ് മോട്ടിവേഷൻ, കണ്ടിന്യൂസ് ആണ്. ലീഡർഷിപ്പ് കണ്ടിന്യൂസ് ആണ്. പ്ലാനിങ് എല്ലാം കണ്ടിന്യൂസ്. ഇത് മൊത്തം കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്നാണ്. ക്ലിയർ ആണോ? ഓ, അത് ഇത്രയും ഫീച്ചർ ആയിരുന്നു. നെക്സ്റ്റ് അടുത്തത് മക്കളെ, അടുത്ത ക്ലിയർ ആയിട്ട് പഠിക്കാം. ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസ് രണ്ടുപേരെങ്കിലും പഠിക്കണം. ഫസ്റ്റ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതോറിറ്റി തലക്ക് പിടിച്ച ആള്, അല്ലെ തലക്കനം കൂടിയ ആള് അതോറിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ ആ ഒരു പവർ ആർക്കും വിട്ടുകൊടുക്കൂല. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഓട്ടോക്രാറ്റിക് അനുസരിക്കണം. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സോഷ്യൽ ആയിരിക്കും. എന്ത് ചെയ്യും, എല്ലാ ഡിസിഷൻ മേക്കിങ്ങിനും ആ എംപ്ലോയീസിനെയും കൂടി പരിഗണിക്കും, അല്ലെ. പാർട്ടിസിപ്പേറ്റ് നേഴ്സേഴ്സിന് മടിയനായിരിക്കും. അതായത് ഓക്കെ മക്കളെ, അതാ പേര് തന്നെ ഉണ്ട്. ക്ലിയർ ആയിട്ട് രണ്ടുപേരും പഠിക്കണേ. നെക്സ്റ്റ് അടുത്തത് കമ്മ്യൂണിക്കേഷൻ പ്രോസസിന്റെ എലമെന്റ്സ് ആണ്. ഏതൊക്കെ എലമെന്റ്സ്? ഇത് ഓർഡറിൽ തന്നെ പഠിക്കാൻ. ഈ ചേട്ടൻ ചേച്ചിനെ വരയ്ക്കേണ്ട, ബാക്കി വരയ്ക്കണം സാറേ. അതിങ്ങനെ ബോക്സ് ആയിട്ട് വരച്ചാലും കറക്റ്റ് ആണ്. അങ്ങനെ വരച്ചാൽ മതി, എല്ലാ സംഭവം വന്നാൽ മതി. അപ്പൊ നമുക്ക് ഓർഡർ നോക്കിയാലോ, എക്സ്പ്ലനേഷൻ നോക്കാം. സെന്റർ ആരാ?
സെൻഡർ എന്ന് വെച്ചാൽ ആരാണോ മെസ്സേജ് അയക്കുന്ന വ്യക്തി അയാൾ നമുക്ക് എന്ത് പറയാം, സെൻഡർ. എന്ത് മെസ്സേജ് ആണോ അയക്കുന്നത് അതാണ് മെസ്സേജ്. മെസ്സേജ് സബ്ജക്ട് മാറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. സബ്ജക്ട് മാറ്റർ ഇതാണ് മെസ്സേജ്. എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യാ, പിക്ചേഴ്സിലേക്കും വേർഡ്സിലേക്കും കൺവേർട്ട് ചെയ്യാ. എൻകോഡിംഗ്. മീഡിയ എന്ന് പറഞ്ഞാൽ ഏത് വഴിയാണോ മെസ്സേജ് അയക്കുന്നത് അതാണ് മീഡിയ. ഇപ്പൊ വാട്സാപ്പിലേക്ക് കിട്ടിയ സിംബലിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡീകോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വായിച്ചെടുക്കുന്നു. റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്ന വ്യക്തി റിസീവർ ആണ്. അയാൾക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ച് ഫീഡ്ബാക്ക് അയക്കണം. ഫീഡ്ബാക്ക് വേണം. ഇനി മെസ്സേജുകൾ അയക്കുമ്പോ എന്ത് വരാം, നോയ്സ് വരാം, അതാണ് നോയ്സ്. ഡിസ്ട്രക്ഷൻസ് വരാം, അല്ലെ, തടസ്സങ്ങൾ വരാം. ഇത് എലമെന്റ്സ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ഡയഗ്രാം വരയ്ക്കാനും പഠിക്കാം. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ടൈപ്സ്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് എത്ര ടൈപ്സ് ഉണ്ട്, 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഫോർമൽ എന്ന് പറഞ്ഞാൽ തന്നെ വിയ ഒഫീഷ്യൽ ചാനൽ, അതേതായിരിക്കും, സ്കാലർ ചെയിനിൽ കൂടി. സ്കാലർ ചെയിൻ, അതായത് കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ രീതിയിൽ നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വെർട്ടിക്കലി പോകാം. അപ്പൊ അപ്വേർഡ് ഉണ്ടാകും, ഡൗൺവേർഡ് ഉണ്ടാകും. അപ്വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്ററോട് എന്താണ്, സോറി, സബോർഡിനേറ്റർ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അപ്വേർഡ്, ഡൗൺവേർഡ് ആണെങ്കിലോ സുപ്പീരിയർ സബോർഡിനേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡൗൺവേർഡ്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണേ. ലെവൽ, ഒരേ ലെവലും ഒരേ സെയിം സ്റ്റാറ്റസ് ആണെങ്കിൽ മിഡിൽ ലെവൽ, അതായത് മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാനേജറില്ലേ, ഇതറിയില്ലേ, അപ്പൊ അങ്ങനെയുള്ളതാണ് ഇത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മാർക്കറ്റിംഗ് മാനേജർ ജനറൽ മാനേജർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ, അതേതാണ്, അത് അപ്വേർഡ് അല്ലേ. മാർക്കറ്റിംഗ് മാനേജർ ജനറൽ മാനേജർ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ശ്രദ്ധിക്കട്ടെ, മാറിപ്പോകരുത്. അടുത്ത ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഒഫീഷ്യൽ ചാനലിൽ കൂടി അല്ല, സ്കാലർ ചെയിനിൽ കൂടി അല്ലെങ്കിൽ എന്താണ്, അത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സർക്കിളിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, ഒഫീഷ്യൽ അല്ലല്ലോ, അപ്പൊ അതാണ് ഇൻഫോർമൽ. അതിന് പ്രത്യേക പേരുണ്ട്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ ആണ് മുന്തിരിവള്ളി. നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ഫോർമലും ഇൻഫോർമലും ഡിഫറൻസ് വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒഫീഷ്യൽ ചെയിൻ ആണ്, ഇതാണെങ്കിൽ ഒഫീഷ്യൽ ചെയിൻ ഒന്നും ഇല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ലോ ആണ്. കാരണം ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ അതിന് പ്രൊസീജിയർ ഉണ്ടല്ലോ, അപ്പൊ വളരെ സ്ലോ ആണ്. ഇതാണെങ്കിലോ ഇത് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് പരദൂഷണം പരക്കണ പോലെ വരാം. ഇത് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെയാണെങ്കിൽ ഇത് ആര് പറയുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇംപേഴ്സണൽ നേച്ചർ ആണ്, വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുള്ളൂ. ഇവിടെ ആണെങ്കിലോ വർക്കുമായി ബന്ധപ്പെട്ട പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. ഇത് ഓർഗനൈസേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണത്. ഇത് ഓർഗനൈസേഷന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം, നമ്മുടെ സോഷ്യൽ നീഡ്സിന് ഉപയോഗിക്കാം. ക്ലിയർ ആണ് കേസ് കാണിച്ച മക്കളെ. ഈ നെക്സ്റ്റ് പോകുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ ഡയഗ്രം അടക്കം പഠിക്കുക, ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഇൻഫോർമൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഫോർമൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ പറഞ്ഞത്, ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതില് സിംഗിൾ ചെയിൻ, ആദ്യത്തെ സിംഗിൾ ചെയിൻ ആണ്. ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യൂണിറ്റി ഓഫ് കമാൻഡ് ഒക്കെ പറഞ്ഞ പോലെ സുപ്പീരിയർ സബോർഡിനേറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് എന്ത്, സിംഗിൾ ചെയിൻ ഡയഗ്രം. നോക്കാം, മുദ്ര ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഡയഗ്രം എന്താണ്, സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ. മക്കളെ ക്ലിയർ ആയില്ലേ? സുപ്പീരിയർ സബോർഡിനേറ്റർ, സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ. സുപ്പീരിയറോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ സബോർഡിനേറ്ററും വന്നിട്ട് സെന്റർ കണ്ട് സുപ്പീരിയറോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വീൽ കമ്മ്യൂണിക്കേഷൻ. ഇത് സർക്കുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതായത് രണ്ടറ്റത്തുള്ള, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ രണ്ടറ്റത്തുള്ള എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ. രണ്ടറ്റത്തുള്ള ആളുകൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കുക, സർക്കുലർ കമ്മ്യൂണിക്കേഷൻ. അത് ലാസ്റ്റ് വണ്ണാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, അതായത് ഒരു സബോർഡിനേറ്റർക്ക് അയാളുടെ സുപ്പീരിയറോടും സുപ്പീരിയറുടെ സുപ്പീരിയർ, ദാറ്റ് മീൻസ് സൂപ്പർ സുപ്പീരിയറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവേർട്ടഡ് വി കമ്മ്യൂണിക്കേഷൻ. ഇനി ആരും വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മനസ്സിലായ മക്കളെ? സെറ്റ് ആണ് കേസ് കാണിച്ചേ. അടുത്ത ടോപ്പിക്കിലോട്ട് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് നെക്സ്റ്റ് ബാരിയേഴ്സ്. മക്കൾ ഇത് എന്തായാലും ക്വസ്റ്റ്യൻ വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ്. അതിൽ ഏതൊക്കെ ബാരിയേഴ്സ് വരുന്നുണ്ട്? ഫസ്റ്റ് വരുന്നതാണ് സെമാന്റിക് ബാരിയേഴ്സ്. അതായത് നമ്മൾ എന്താണ്, മെസ്സേജ് എൻകോഡ് ചെയ്യുമ്പോഴോ ഡീകോഡ് ചെയ്യുമ്പോഴോ, മക്കൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക, മെസ്സേജ് എൻകോഡ് ചെയ്യുമ്പോഴോ ഡീകോഡ് ചെയ്യുമ്പോഴോ തടസ്സങ്ങളായിട്ട് പറയാ സെമാന്റിക് ബാരിയേഴ്സ്. അടുത്തത് ബാഡ്ലി, അതിൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. അതായത് എന്താണ്, ഒരു വ്യക്തിയുടെ എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്ന ബാരിയേഴ്സ് ആണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇമോഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് അടുത്തത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ്, അവരുടെ പോളിസി, റൂൾസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ബാരിയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ദെൻ പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ
നമ്മൾ പേഴ്സണൽ കുറെ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ അതോറിറ്റി, നമ്മുടെ കോൺഫിഡൻസ് കുറവ്, അങ്ങനെയൊക്കെ വരുന്ന ബാരിയേഴ്സ് ആണ് എന്ത് പേഴ്സണൽ ബാരിയേഴ്സ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഓരോന്നിലും അടി വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വേണം കേട്ടോ. പ്രത്യേകിച്ച് സെമാന്റിക് ബാരിയേഴ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. അടുത്തത് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യാം, എടുത്തു മാറ്റാം. ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റിന്റെ മുന്നിൽ എന്ത് ചെയ്യുക, ഐഡിയ ക്ലാരിഫൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, റിസീവറുടെ നീഡ് അനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ലാംഗ്വേജ്, ടോൺ, ഫീഡ്ബാക്ക് എടുക്കുക. ഇതൊക്കെയാണ് ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. അടുത്ത നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി വൺ വേർഡ് പോകാണ്. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് റെഫർഡ് ആസ് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ, ഗ്രേപ്പ് വൈൻ സച്ചിൻ എഴുതുന്നുണ്ടിരിക്കുന്ന സച്ചിൻ. ഗ്രേപ്പ് വൈൻ ഏതാ ആൻസർ? ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണോ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണോ? എന്ത് തിന്നണേ? ആപ്പിൾ. ഓ, കറക്റ്റ് ആൻസർ ഈസ് ഇൻഫോർമൽ. ഗ്രേപ്പ് വൈൻ ഇൻഫോർമൽ ആണ്. ക്ലിയർ ആണല്ലോ കാണിച്ചേ? ഓക്കേ, കൗശിക്. അടുത്തത് ഡൗട്ട് ആണോ കൗശിക്? ആൻസർ പറയാൻ എന്താണ്? ഫൈൻഡ് ഓഡ് വൺ. എന്താ ഓഡ് വൺ? അവൻ പറഞ്ഞോട്ടെ. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, സ്റ്റാഫിംഗ്. കൗശിക് ആൻസർ പറടാ. സ്റ്റാഫിംഗ് ഈസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലേ? ബാക്കിയൊക്കെ എന്താ? ബാക്കിയെല്ലാം നമ്മുടെ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. അടുത്ത ഐഡന്റിഫൈ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻടു കമ്മ്യൂണിക്കേഷൻ സിംബൽസ് such as words, pictures. അതായത് വേർഡ് ആയി പിക്ചർ ആയിട്ട് നമ്മൾ മെസ്സേജിനെ കൺവേർട്ട് ചെയ്യുന്ന രീതി ഏതാണ്? ഏതാ? രണ്ടെണ്ണമില്ലല്ലോ മക്കളെ, ഇവിടെ 50-50 ഉള്ളൂ. ഫീഡ്ബാക്കും ഡീകോഡിംഗും. അതെല്ലാം ആൻസർ ഇല്ല, അടിയിലുണ്ട് പറയാം. അതെ, നിങ്ങൾ പറയട്ടെ, ഞാൻ ആൻസർ വിളിക്കാം സാറേ. ആൻസിറ്റ എന്തിന് എന്നോടിക്കുന്നത്? ഏതാണ് ആൻസർ? മക്കളെ ശരിയാണോ? കറക്റ്റ് ആണ്. കൺവേർട്ടിംഗ് എന്താണ്? പിക്ചേഴ്സ് വേർഡ്സിലേക്ക് ആണെങ്കിൽ എൻകോഡിംഗ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എൻകോഡിംഗ് ഡീകോഡിംഗ് മാറിപ്പോകരുത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. മക്കളെ 10 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. 5 മാർക്കിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതിന്ന് ഷുവർ ആയിട്ട് വരച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മനസ്സിലാക്കി പഠിച്ച് ഈസിയായിട്ട് പഠിക്കാം. മനസ്സിലാക്കി പഠിക്കാൻ നോക്കി ചാപ്റ്റർ. അങ്ങനെ കാണാൻ കിട്ടൂല. അനന്തകൃഷ്ണൻ എന്താ പോലെ ചോദിക്കേണ്ടത്? പറഞ്ഞു. ടൈപ്പ് ചെയ്യാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ നോക്കാം. എന്താടാ? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ അങ്ങനല്ല, മെസ്സേജ് വേർഡ്സ് ആയിട്ടും സിമ്പിൾ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്നത് എൻകോഡിംഗ് അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, നീ പറഞ്ഞ ശരിയാണ്. മെസ്സേജ് പോകുന്നത് മീഡിയ ഏതാണ്? അത് ഓക്കെ, മീഡിയ. പാത്ത് എന്താണ്? മീഡിയ ആണ്. ക്ലിയർ ആയില്ലേ? മെസ്സേജ് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി എന്താണ്? അത് എൻകോഡിംഗ് ആണ്. ക്ലിയർ ആയില്ലേ? കൺവേർട്ടിംഗ് വാക്ക് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻസ് മാനേജ് ചെയ്യാം, ഫണ്ട് കണ്ടുപിടിക്കുക, എങ്ങനെ ഫണ്ട് യൂസ് ചെയ്യാം, എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാം, എങ്ങനെ യൂസ് ചെയ്യാം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷനും. യെസ്, ഓക്കെ. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്സ് അറിയാം. നെക്സ്റ്റ് ടോപ്പിക് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ മാക്സിമൈസ് പ്രോഫിറ്റ്. ഇതാണെങ്കിലോ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാം. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടാം. ഇന്ന് 100 രൂപയാണെങ്കിൽ നാളത്തെ ഷെയറിന്റെ പ്രൈസ് 200 രൂപയാക്കാം. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ട്രഡീഷണൽ ഒബ്ജക്റ്റീവാ. ഇപ്പോഴത്തെ ആളുകൾ കൂടുതലും പ്രോഫിറ്റ് എന്നല്ല ഫോക്കസ് ചെയ്യാൻ. ആളുകളുടെ ഷെയറിന്റെ പ്രൈസ് കൂട്ടും. പിന്നെ എംപ്ലോയ്മെന്റ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നോക്കിയിട്ട് അതിലൂടെ അടുത്ത ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ക്വസ്റ്റ്യൻ വേറെ ഇതിക്ക് ചോദിക്കും. ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ചോദിക്കാം, ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിട്ട് ചോദിക്കാം, ഫിനാൻഷ്യൽ മാനേജറുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ചോദിക്കാം. നിങ്ങൾ 3 റിക്വസ്റ്റ് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഫംഗ്ഷൻ കണ്ടാൽ എഴുതി വെക്കാം. വളരെ സിമ്പിൾ ആണ് ഡിസിഷൻ.
ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പേരിൽ തന്നെയുണ്ട് Invest, ഇൻവെസ്റ്റ്മെന്റ്. yes. എവിടെ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? കറണ്ട് അസറ്റിലോ ഫിക്സഡ് അസറ്റിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതിന് വേറെ പേരൊക്കെ പറയില്ല, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഫിക്സഡ് അസറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇനി കറണ്ട് അസറ്റിലാണെങ്കിലോ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അത് ഓർത്ത് വെക്കാം കേട്ടോ. ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, മറ്റേതാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. അടുത്ത ഫിനാൻസിങ് ഡിസിഷൻ, ഫിനാൻസ് അല്ലെ, അതായത് എവിടെ നിന്ന് നമുക്ക് ഏത് അസറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഏത് സോഴ്സിന് ഏത് ഉറവിടങ്ങളിലൂടെ നമുക്ക് ഫിനാൻസ് റേസ് ചെയ്യാം. Yes, the quantum of finance to be raised from various long term sources. ഏതൊക്കെ ലോങ് ടൈം സോഴ്സസ് നിന്ന് എത്രയെല്ലാം ഫണ്ട് റേസ് ചെയ്യണം. അടുത്ത ഡിവിഡൻഡ് അല്ലെ, ലാഭവിഹിതമാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കിട്ടിയ ഒരു കമ്പനിക്ക് കിട്ടിയ ലാഭത്തിൽ എത്രത്തോളം പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം പൈസ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഡിവിഡൻഡ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണ് ചേച്ചി കാണിച്ചേ. മൊത്തം ലാഭത്തിന് എത്ര ഡിവിഡൻഡ് കൊടുക്കണം, ബാക്കി എത്ര ബിസിനസ് വെക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. മക്കളെ 3 ഡിസിഷൻ ക്ലിയർ ആണ് ചേച്ചി കാണിച്ച എല്ലാവരും? ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു വരുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇപ്പൊ പറഞ്ഞ ഫിനാൻസിങ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് കോസ്റ്റ് നോക്കിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് 5 മാർക്കിന്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി റിസ്ക് നോക്കിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ ഫ്ലക്ച്വേഷൻ കോസ്റ്റ്, പിന്നെ എന്താണ് ക്യാഷ് ഫ്ലോ, നമ്മുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കുക. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മീൻസ് എന്താണ്? ഓൾറെഡി ഉള്ള നമ്മുടെ ബിൽഡിങ്ങിന്റെ റെന്റ്, സാലറി ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഡെപ്റ്റ് ഫണ്ട് പോയി യൂസ് ചെയ്യുക. അതുപോലെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഇതൊക്കെ നോക്കാം. പിന്നെ ഷെയർ ഹോൾഡർ പൊസിഷൻസ് നോക്കണം. ഷെയർ ഹോൾഡേഴ്സിന്റെ ആ ഒരു പ്രിഫറൻസ്, അവർ ചിലപ്പോൾ കൂടുതൽ ഡിവിഡൻഡ് ആഗ്രഹിക്കും അല്ലെ, അതൊക്കെ നോക്കിയിട്ട് ഡിവിഡൻഡ് തീരുമാനിക്കാം. അടുത്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെ തന്നെയുള്ള സാധനമാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഇവിടെ എസ്റ്റിമേഷൻ പ്ലാനിംഗ് നമുക്ക് അവിടെ ഉണ്ടാകും, എസ്റ്റിമേഷൻ ഉണ്ടാകും. ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുക, then procure ചെയ്യുക, എന്നിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. അത് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യണം അല്ലേ? അപ്പൊ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഏതൊക്കെയാണ്? ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേമിന് എന്ത് പറയും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഷോർട്ട് ടേം ആണെങ്കിലും നമ്മൾ എന്താ പറയാ? ബഡ്ജറ്റ് എന്ന് പറയും. ബഡ്ജറ്റ്. യെസ്, ഇത് 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള പ്ലാനിംഗ് ആണ്. ഇത് ലെസ് ദാൻ 1 ഇയർ ആകാം. ഇത് ലെസ് ദാൻ 1 ഇയർ ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ പഠിക്കാം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ് ആൻഡ് പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് ദാറ്റ് മേക്ക് അപ്പ് ദ ക്യാപിറ്റലൈസേഷൻ. അതായത് ഒരു ക്യാപിറ്റൽ, നമുക്ക് മൊത്തം ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടി ഏതെല്ലാം സെക്യൂരിറ്റി വഴി എത്രയെല്ലാം ഫണ്ട് നമ്മൾ എടുക്കണം തീരുമാനിച്ചാൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മിക്സ് ഓഫ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് കൊണ്ടുവന്ന ഫണ്ടും കടം മേടിച്ച ഫണ്ടും കൂടി മിക്സ് ആണ് എന്ത്? ക്യാപിറ്റൽ. ക്ലിയർ ആയിട്ട് പഠിക്കാം. 5 എണ്ണം വെച്ച് പഠിക്കണം. എല്ലാ ഫാക്ടേഴ്സും പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും അളവ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇക്വിറ്റി ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന പോലെ ആയിരിക്കണം. ഡെപ്റ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ കമ്പനി പൊളിയും. ലിവറേജ്. മക്കളെ ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ടോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ്. മൊത്തം കടം അല്ലേ, ടോട്ടൽ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് തമ്മിലുള്ള ഒരു അനുപാതമാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അത് ഡെറ്റ് ബൈ ഇക്വിറ്റി. ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയാം, എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തത് മക്കളെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. എന്ത് ചെയ്യുക? നമ്മുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ബോറോ ചെയ്യണോ എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എടുക്കണോ തീരുമാനിക്കുക. കോസ്റ്റ് നോക്കിയിട്ട് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുക. കോസ്റ്റ് കുറവാണെങ്കിൽ ഡെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് ടാക്സ് നോക്കാം. ടാക്സ് കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡെപ്റ്റ് ഫണ്ടുകൾ യൂസ് ചെയ്യും, ഡിബഞ്ചർ യൂസ് ചെയ്യും, ലോൺ യൂസ് ചെയ്യും. നെക്സ്റ്റ് കൺട്രോൾ പോകാണ്ടിരിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം? ഡെപ്റ്റ് ഫണ്ട്. കൺട്രോൾ വന്നാൽ സംഭവിക്കും? ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ കൺട്രോൾ പോകും അല്ലെ, അപ്പൊ ഡെപ്റ്റ് ഫണ്ട് ആണെങ്കിലോ കൺട്രോൾ പോകൂല. നെക്സ്റ്റ് എന്താണ്? റിസ്ക് നോക്കിയിട്ട് ഓരോ ഫണ്ട് എടുക്കുക. അപ്പോൾ ക്യാപിറ്റലിൽ നമ്മൾ ഫണ്ട് എടുക്കുമ്പോൾ ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം ഡെപ്റ്റിന്നും ഇക്വിറ്റിന്നും ഫണ്ട് എടുക്കാനായിട്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറഞ്ഞു. ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാം. അതിനെ എഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാലോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണെങ്കിൽ എന്തിനെ എഫക്ട് ചെയ്യും?
ലോങ് ടേം ഗ്രോത്തിനെ ബാധിക്കും. അതുപോലെ ബഡ്ജറ്റിൽ വേറെ ഫിക്സഡ് ക്യാപിറ്റൽ കേട്ടോ. അത് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ഫിക്സഡ് അസറ്റിലല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ ലോങ് ടേം ഗ്രോത്ത് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് അതിലുണ്ടായിരിക്കും. റിസ്ക് ഉണ്ട്. അതുപോലെ ഇറിവേഴ്സിബിൾ ഡിസിഷൻ, ഓൾറെഡി എടുത്ത ഡിസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിൻവലിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഫണ്ട് ഇറക്കി പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, അത് റിവേഴ്സിബിൾ ഡിസിഷൻ ആണ്. ഇനി ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞില്ലേ നമ്മൾ. ഫിക്സഡ് ക്യാപിറ്റൽ പറഞ്ഞാൽ ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലോ അതായത് കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഡിഫറൻസ് പറയാലോ, ഇത് ഫിക്സഡ് അസറ്റ് ആണ്, ഇത് കറണ്ട് അസറ്റ് ആണ്. ഇത് ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിലോ പെട്ടെന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡയറക്റ്റ് സപ്പോർട്ട് ആണ് ട്രേഡ് ആക്ടിവിറ്റീസ്. ഇത് ഡയറക്റ്റ് സപ്പോർട്ട് ആണ്. ഇനി ലോങ് പീരീഡ് യൂസ് ചെയ്യാം, ഷോർട്ടർ പീരീഡിലേക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തതാണ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ ക്യാപിറ്റൽ സ്ട്രെങ്ത് ഫാക്ടേഴ്സും, ഈ 3 ഫാക്ടേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. സിമ്പിൾ ആണ്. ആദ്യം സെയിം ആയിട്ട് വരും. നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം, അതുപോലെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ചോയ്സ് ഓഫ് ടെക്നിക്, ടെക്നോളജി, ഗ്രോത്ത് പ്രോസ്പെക്ടസ്. അതില് ഈ 2 പോയിന്റ് ഒക്കെ അതിലും എഴുതാവുന്ന പോയിന്റ്സ് ആണ്. നേച്ചർ ഓഫ് ബിസിനസും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അതിൽ എഴുതാം. നേച്ചർ ഓഫ് ബിസിനസ് വീണ്ടും വരുന്നുണ്ട് അല്ലേ. ബിസിനസ് സൈക്കിള്, സീസണൽ ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ സൈക്കിൾ ഒക്കെ വരുന്നുണ്ട്. നോക്കി വെക്കുക കേട്ടോ. അടുത്ത ടോപ്പിക് ഏതാണ്? ഗ്രോസ് വർക്കിംഗ്. അതായത് ഇക്വേഷൻ പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞ മൊത്തം കറണ്ട് അസറ്റിലെ ടോട്ടൽ കറണ്ട് അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാലോ അതാണ് എന്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. അത് പുറത്ത് വെക്കുക. അപ്പൊ എക്സാമിന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് ചോദിച്ചാൽ ടോട്ടൽ. അടുത്ത നെറ്റ് കാണണമെങ്കിലോ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എക്സാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വേഗം തന്നെ ക്വസ്റ്റ്യൻ. The excess of current asset over current liability. Current asset minus current liability. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ മക്കളെ? കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്ന ആൻസർ ഏതാ? ഫിക്സഡ് ക്യാപിറ്റൽ ആണോ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, ക്വിക്ക് അസറ്റ് ആണോ? ആരെ വിളിക്കാൻ സാറേ? ഏതാണ് ആൻസർ ഇടാ? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഏതാണ് ആൻസർ? ഏതാണ്? കേട്ടില്ല. ഇടിച്ചതിന് മൂലക്ക് എടുത്തു. ശ്രീലക്ഷ്മി ഏതാണ് ആൻസർ? ശ്രീലക്ഷ്മി വേഗം പറഞ്ഞോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് എന്താ? ടോട്ടൽ കറന്റ് അസറ്റിനെയാണ് ഗ്രോസ് എന്ന് പറയാം കേട്ടോ. കൃപേന്ദു മാറിപ്പോലേട്ടാ. വൺ മാർക്ക്. The decision to purchase wait. The decision to purchase a new machinery. പുതിയൊരു മെഷീനറി വാങ്ങാൻ വേണ്ടി എടുക്കുന്ന ഡിസിഷൻ ഏതാ? എന്ത് ഡിസിഷൻ ആണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണോ, ഡിവിഡൻഡ് ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, ഫിനാൻസിംഗ് ഡിസിഷൻ ആണോ? ആര് പറയും? ഈ ആൻസർ അറിയാവുന്ന വേഗം ഹാൻഡ് റൈസ് ചെയ്യാം. അർജുന, റെജില. ഓക്കെ, റെജില പറയടാ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. യെസ്, വെരി ഗുഡ്. ഡാഷ് റെഫേഴ്സ് ദ മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ്. നേരത്തെ പറഞ്ഞു ഓണർ ഫണ്ട്, ഓണർ കൊണ്ടുവന്ന പൈസയും കടം മേടിച്ച പൈസയും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ? ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ. ഏതാണ് ആൻസർ? യെസ്, വേഗം പറഞ്ഞോ. അർജുൻ വിളിക്കാലോ. ആൻസർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. യെസ്, വെരി ഗുഡ്. എന്താണ് സെലക്ഷൻ ഡൗട്ട് ചോദിച്ചോ? അതെ അതെ അതെ. ഉണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിന്റെ ചോദിച്ചാൽ മതി. നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണ്? ഡെപ്റ്റ് തന്നെയാണ് സംഭവം കേട്ടോ. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാ. അങ്ങനെ എഴുതി വെക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്താണ്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്. ക്ലിയർ ആയോ? അത് ഇതിലും കുഴപ്പമില്ല. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ചോദിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററിലേക്ക് പോയാലോ? നമ്മുടെ 12 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണല്ലേ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകളേ ഉള്ളൂ ഇതിനകത്ത്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സിമ്പിൾ ആണ് സാധനം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമുക്ക് നോക്കിയാലോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതെന്താണ്? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നോക്കാം അല്ലെ. It refers to planning, organizing, directing and controlling of activities which facilitate
എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമർ അല്ലേ? അതായത് ഗുഡ്സ് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്ലാനിങ്ങും ഓർഗനൈസിംഗ് ഡയറക്ടിംഗ് ഒക്കെ എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്തിന്റെ കൂടെ ചേരുന്നു? മാർക്കറ്റിംഗിന്റെ കൂടെ ചേരുന്നു. സിമ്പിൾ. മാനേജ്മെന്റ് ഫംഗ്ഷൻ അറിയാലോ, പ്ലാനിങ് ഓർഗനൈസിംഗ്. ഇത് എവിടെ വരുന്നു? മാർക്കറ്റിംഗ്. അങ്ങനെ ആഡ് ചെയ്യാം. ഇനി മാർക്കറ്റിംഗ് സെല്ലിംഗ് ഡിഫറൻസ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നാരോ കോൺസെപ്റ്റ് ആണ്, വൈഡർ കൺസെപ്റ്റ് ആണ്. ഇത് സെയിൽ ഓഫ് ഓൾഡ് ഗുഡ്സ് ആണ്. പെട്ടെന്ന് ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആണ് കൺസേൺ ചെയ്തത്. ഇത് പ്രൊഡക്റ്റിന്റെ പ്ലാനിങ്ങും ഡെവലപ്മെന്റും ആണ്. ഇത് എയിംസ് മാക്സിമൈസിംഗ് സെയിൽസ് ആൻഡ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ് ആണ് അല്ലെ? സെയിൽ എത്രത്തോളം വർദ്ധിപ്പിക്കാം, അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാം. ഇവിടെയാണെങ്കിലോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ പ്രോഫിറ്റ് കൂട്ടാം. ഇതാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താ? സെല്ലറെയാണ് ഫോക്കസ് ചെയ്യുക സെല്ലിംഗ്. ഇവിടെയാണെങ്കിൽ കസ്റ്റമർ ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഓർത്ത് വയ്ക്കുക, ബയ്യർ സൂക്ഷിക്കാം. ഇവിടെയാണെങ്കിലോ ഇവിടെ സെല്ലർ ബിഹേവിയർ ആണ് അല്ലെ? മാർക്കറ്റിംഗ് ആകുമ്പോൾ സെല്ലർ സൂക്ഷിക്കാം. അടുത്ത ടോപ്പിക്കോട്ട് പോവാം. നെക്സ്റ്റ് എടുത്ത് വരുന്നത് മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ് ആണ്. 5 കൺസെപ്റ്റ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, സെല്ലിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് വേഗം പോകാമല്ലോ. പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് മാക്സിമം നമ്മൾ നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഇനി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. ഇനി സെല്ലിംഗ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രൊമോഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിംഗ്. പിന്നെ സൊസൈറ്റി കൂടെ നോക്കുകയാണെങ്കിൽ സോഷ്യോ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. 8 ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അറിയാവുന്ന ഫംഗ്ഷൻസ് പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഈ ഫംഗ്ഷൻസും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു 8 ഫംഗ്ഷൻ പഠിച്ചു വെക്കാം. മാർക്കറ്റ് റിസർച്ച് ഉണ്ട്, മാർക്കറ്റ് പ്ലാനിങ്, പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഓരോന്ന് പഠിക്കുന്നുണ്ട്. പ്രൈസിംഗ് പ്രൊമോഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഗ്രേഡിംഗ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ക്വാളിറ്റി അനുസരിച്ച് പ്രൊഡക്റ്റ് ഗ്രേഡ് ചെയ്ത് വെക്കാം. അടുത്ത ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് ആണ് കേട്ടോ മക്കളെ. പ്രൊഡക്ഷൻ മിക്സ് അല്ല, മാർക്കറ്റിംഗ് മിക്സ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 P's ആണ്. 4 Pകൾ ചേരുമ്പോഴാണ് മാർക്കറ്റിംഗ് മിക്സ് ആകാം. ഏതൊക്കെയാണ് 4 P? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. മാറിപ്പോയിരുന്നു മക്കളെ. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഗുഡ്സ് സർവീസസ്. പൈസ കൊടുത്ത് മാർക്കറ്റിൽ വാങ്ങാൻ വെച്ചിരിക്കുന്ന എന്ത് സാധനം പ്രൊഡക്റ്റ് ആണ്. പ്രൈസ് പറഞ്ഞാലോ പ്രത്യേകം ശ്രദ്ധിക്കുക. എമൗണ്ട് ഓഫ് മണി ഫോർ കസ്റ്റമർ ഷുഡ് പേ. ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് കസ്റ്റമർ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് പ്രൈസ്. ഇനി എന്താ പ്ലേസ്? അവിടെ എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുമ്പോൾ ഉണ്ടാകും, പ്ലേസ് ഉണ്ടാകും. ഇനി പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി, പ്രൊമോഷൻ. ഇതെല്ലാം പ്രൊമോഷൻ ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിൻലി എത്ര തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയിട്ടും. കൺസ്യൂമറിന് വീണ്ടും 2 ആയി തരംതിരിക്കാം. ഡ്യൂറബിലിറ്റിയുടെ ബേസിസിലും ഷോപ്പിംഗ് എഫോർട്ടിന്റെ ബേസിലും തരംതിരിക്കാം. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, ഡ്യൂറബിൾ. അത് പിക്ചർ അങ്ങനെ പിക്ചർ കാണിച്ചു കൊടുക്കാമല്ലോ. ഡ്യൂറബിൾ ഉണ്ട്, ഡ്യൂറബിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്തത് മക്കൾ നോക്കിയേ. ഡ്യൂറബിൾ ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഉണ്ട്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ലാസ്റ്റിംഗ് ഉള്ളതാണ്. എക്കണോമിക്സ് പഠിച്ചിട്ടില്ലേ? ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം വാങ്ങിയാലും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതില്ല. നോൺ ഡ്യൂറബിൾ പെട്ടെന്ന് കേടായി വെജിറ്റബിൾസ്, മിൽക്ക്, ബ്രെഡ്, ഗുഡ്സ് ആണ്. ഓക്കെ അല്ലേ? ഷോർട്ട് ടൈം ഉണ്ടെങ്കിൽ നോൺ ഡ്യൂറബിൾ. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പഠിക്കണം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഗുഡ്സിലാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ് അല്ല ഇതൊക്കെ വരുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് വരുന്നുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് വരുന്നുണ്ട്, സപ്ലൈസ് ആൻഡ് സർവീസ്. ഇനി അതിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് ഷോപ്പിംഗ് സർഫസ് ഡയഗ്രാം. ഷോപ്പിംഗ് എഫോർട്ട് പ്രൊഡക്റ്റ് ആണ്. ഷോപ്പിംഗ് എഫോർട്ടിൽ 3 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. കൺവീനിയൻസ് പ്രൊഡക്റ്റും ഷോപ്പിംഗ് എഫോർട്ട് പ്രൊഡക്റ്റും സ്പെഷ്യാലിറ്റി. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കും. കൺവീനിയൻസ് നമുക്ക് കൺവീനിയന്റ് നമുക്ക് ഇവിടെ നോക്കണ്ടല്ലേ, വേഗം പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. ദാറ്റ് ഈസ് കൺവീനിയൻസ്. എക്സാമ്പിൾ എന്തൊക്കെ ആയിരിക്കും? സോപ്പ്, പേസ്റ്റ് അല്ലെ, അല്ലെ നമുക്ക് വേഗം പോയി മേടിക്കാൻ പറ്റും. ഇനി ഷോപ്പിംഗ് പഠിക്കുന്ന സമയം എടുക്കും. ഫോൺ മേടിക്കുകയാണെങ്കിൽ, ഡ്രസ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ലാപ്ടോപ്പ് ഒന്നും വാങ്ങില്ലല്ലോ. നമ്മൾ കുറെ സെർച്ച് ചെയ്തിട്ട് കമ്പയർ ഒക്കെ ചെയ്ത് ബ്രാൻഡ് ഒക്കെ നോക്കി പ്രൈസ് ഒക്കെ നോക്കി വാങ്ങുന്നതാണ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും മേടിക്കില്ല, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി. പെയിന്റിങ്സോ, പെയിന്റിങ്സുകള്, ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ്. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജ്വല്ലറി ഒക്കെ വരുന്നത് ഷോപ്പിംഗ് പ്രൊഡക്റ്റിലാണ് മക്കളെ. ജ്വല്ലറി, ക്ലോത്ത്സ് ഒക്കെ വരുന്നത് ഷോപ്പിംഗ് പ്രൊഡക്റ്റിലാണ്. കൺവീനിയൻസ് ആകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് വരുന്നത് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ
ഷോപ്പിംഗ് എഫേർട്ട്, പ്രൊഡക്റ്റ് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അതുപോലെ തന്നെ ഡ്യൂറബിളും നോണബിളും പഠിക്കാം. നെക്സ്റ്റ് കൺവീനിയൻസ്, ടൈം എടുക്കുന്നത് ഷോപ്പിംഗ് എഫേർട്ട്. അടുത്തത് അതായത് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെയിം കൊടുക്കുക, ഒരു സിമ്പിൾ കൊടുക്കുക, ഒരു സൈൻ കൊടുക്കുക. അതിന് എന്താ പറയാ, ബ്രാൻഡിങ്. അതെന്താണ്? അടുത്തതാണ് ട്രേഡ് മാർക്കും ബ്രാൻഡ് മാർക്കും ഡിഫറൻസ് ചോദിക്കും, ക്ലിയർ ആയിട്ട് പഠിക്കാം മക്കളെ. ബ്രാൻഡ് മാർക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ അമുൽ ബേബി ഇല്ലേ, ഈ ഗേള്, ഇതാണ് എന്ത്, ബ്രാൻഡ് മാർക്ക്. നമ്മളൊരു ബ്രാൻഡിൽ എന്തുണ്ടാകും, നമുക്ക് പറയാൻ പറ്റാത്ത, എല്ലാവരും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഉണ്ടാകും, ദാറ്റ് ഈസ് ബ്രാൻഡ് മാർക്ക്. ഇനി എന്താ ട്രേഡ് മാർക്ക്? ഈ ബ്രാൻഡിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രേഡ് മാർക്ക് കിട്ടും. അപ്പൊ രജിസ്റ്റേർഡ് ബ്രാൻഡ് മാർക്ക് ആണ് എന്ത്, ട്രേഡ് മാർക്ക്. മനസ്സിലായ മക്കളെ? നമ്മൾ കിറ്റക്സിലൊക്കെ കണ്ടിട്ടില്ലേ, അവര് നൈക്ക് ടിക്കറ്റ് പോലെ, അത് ബ്രാൻഡ്. ആപ്പിള് കഴിച്ച ആപ്പിള്, ബ്രാൻഡ് മാർക്ക്. ക്ലിയർ അല്ലേ? അടുത്ത ഈ ബ്രാൻഡിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? ബ്രാൻഡിംഗ് ആണെങ്കിൽ കസ്റ്റമേഴ്സിനുണ്ട്, അതുപോലെ ഫേമിനുണ്ട്. ഫേമിനാണെങ്കിൽ എന്തുണ്ടാകും, കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അതുപോലെ ആളുകൾ നൈക്കിന്റെ പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ആ ഒരു നമുക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് കൊടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ പുതിയ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ആ എംബ്ലം കൊടുത്താൽ മതി. അപ്പൊ ആ കമ്പനി അറിയാൻ പറ്റും. കസ്റ്റമർക്ക് എങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ല ആ ബ്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി, ബ്രാൻഡ് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സ് ഭയങ്കര ബ്രാൻഡ് ഫീൽ ബ്രാൻഡ് കാണിക്കുന്നില്ല, അപ്പൊ അവിടെ ഒരു ഫീലിംഗ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ. അതാണ് ക്ലിയർ ആയ മക്കളെ. അപ്പൊ ഫേമിലുള്ള അഡ്വാൻറ്റേജും നല്ലൊരു ബ്രാൻഡ് നെയിമിന് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ. ഷോർട്ട് ആയിരിക്കണം, അതായത് പെട്ടെന്ന് പറയാൻ പറ്റണം, സിമ്പിൾ ആയിരിക്കണം, പുറത്ത് വെക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ സിമ്പിൾ ആയിരിക്കണം, ബെനിഫിറ്റ് ഒക്കെ പറയുന്നതായിരിക്കണം. അതുപോലെ ഡിഫറെന്റ് ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കരുത്. നെക്സ്റ്റ് എന്താണ്, ആ പാക്കേജ് കൊള്ളുന്നതായിരിക്കണം, അല്ലെ? ഭയങ്കര എലിവേരാകുമ്പോൾ. അടുത്താണ് പാക്കേജിംഗ്. ബ്രാൻഡിങ് കഴിഞ്ഞ പാക്കേജിംഗ് ആണ് മക്കളെ. പാക്കേജിംഗിൽ തന്നെ 3 തരം പാക്കേജിംഗ് അല്ലേ? പാക്കേജിംഗ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെ? പ്രൈമറി എന്താണ്, നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പൊ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ്. സാറിന്റെ കുട്ടിക്ക് അത് വല്ലേപ്പൊന്നുമില്ല. ഡാർക്ക് ഫാന്റസി കഴിച്ചവര്, ഈ ഡാർക്ക് ഫാന്റസിയുടെ ബിസ്ക്കറ്റിന്റെ ഉള്ളില് ഒരു ചെറിയൊരു പാക്കറ്റിലല്ലേ ഒരു ബിസ്ക്കറ്റ്, അതാണ് ഏത് പാക്കേജ്, പ്രൈമറി പാക്കേജ്. ക്ലിയർ ആയ മക്കളെ? അതായത് ഓരോ പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് പ്രൈമറി പാക്കേജ്. ഇനി ആ പാക്കറ്റ്, ആ ചെറിയ ചെറിയ പാക്കറ്റുകൾ 6 പാക്കറ്റ് എന്നെ കുറ്റം പറഞ്ഞ ആളാണ്, മനസ്സിലായില്ലേ? അപ്പൊ 6 ബിസ്ക്കറ്റ് ഓരോ പാക്കറ്റുകളായിട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ ആ പാക്കറ്റ് ആണ് സെക്കൻഡറി പാക്കേജ്. ഇനി ഓരോ കടകളിലേക്ക് ഈ ബിസ്ക്കറ്റ് എങ്ങനെ എത്തിക്കുക, ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് ആയിരിക്കില്ല, അതാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജ് ആണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ്. ക്ലിയർ ആയ മക്കളെ? ഒരു കാര്യം ഓർത്ത് വെക്കുക, പാക്കേജിംഗിന് പറഞ്ഞ പേരാണ് സൈലന്റ് സെയിൽസ്മാൻ. പാക്കേജിംഗിന്റെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ പാക്കേജിംഗ് നമുക്ക് എന്ത് മനസ്സിലാകും, ആ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ മനസ്സിലാകും, അല്ലെ? അപ്പൊ പാക്കേജിന് പറയുന്നതാണ് സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയാം. നെക്സ്റ്റ് അടുത്തത് പാക്കേജിംഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ സ്പോയിലേജ് കസ്റ്റമേഴ്സിന് എളുപ്പമായിട്ട് പർച്ചേസ് അട്രാക്ട് ചെയ്യും, അല്ലെ? കവറൊക്കെ ഡാർക്ക് ഫാന്റസി എന്നൊക്കെ പറയുമ്പോൾ എടുക്കോളൂ, അല്ലെ? അതുകൊണ്ട് പുള്ളിക്കാരൻ കുട്ടിനായിട്ട് പോവാറില്ല. 10 രൂപ ബിസ്ക്കറ്റ് പട്ടിക്കും, ഇത് ഡാർക്ക് ഫാന്റസിയാണ്, കുട്ടിക്ക് പോകുന്നത് ഉപയോഗിക്കാറില്ല. അടുത്തത് ലേബലിംഗ് ആണ്. ലേബൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പാക്കേജിന്റെ പുറത്ത് കൊടുക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഇൻഗ്രീഡിയൻസ്, ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാണില്ല, എത്ര സ്റ്റാർ ഉണ്ട്, അല്ലേ? എല്ലാം കൊടുക്കാം. ഡേറ്റ് എത്ര ചെയ്യാം. അപ്പൊ it means putting identification marks on the package. It is symbol tag attached to the product. പ്രൊഡക്റ്റുമേ കൊടുത്തേക്കുന്നത് എന്താണ്, പാക്കേജിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്കിനെയാണ് എന്ത് പറയാ, ലേബലിംഗ് എന്ന് പറയാ. ഈ ലേബലിംഗ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ്? ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, പ്രൊഡക്റ്റിന്റെ യൂസ്, എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ സഹായിക്കും. ചില പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും എന്താണ്, എക്സ്ട്രാ 20% ആഡ് ചെയ്ത് കാണിക്കുമല്ലോ. അടുത്താണ് പ്രൈസ്. നമുക്കൊരു പ്രൊഡക്റ്റിന് നമുക്ക് അതിനകത്ത് പ്രൈസ് ഫിക്സ് ചെയ്യണം, അല്ലേ? ഇത് എക്കണോമിക്സ് പഠിച്ചാൽ കിട്ടുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ? ഒരു ഉൽപ്പന്നത്തിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ അത് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ പറയണേ, എക്കണോമിക്സ് പഠിച്ചു കണ്ട
ഒന്ന് പ്രൊഡക്റ്റ് കോസ്റ്റ്, ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ്. ചെലവ്. രണ്ട് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് അല്ലെ, എത്രത്തോളം കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. കോമ്പറ്റീഷൻ, കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യും. ലീഗൽ റെഗുലേഷൻസ് പഠിച്ചിട്ടില്ലേ മക്കളെ, എന്ത് ഫ്ലോറും അല്ലെ, ഫ്ലോർ പ്രൈസും. അപ്പൊ ഗവൺമെന്റ് കയറി ഇടപെടുന്ന എന്ത് ചെയ്യുക, പ്രൈസ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. അപ്പൊ ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം പ്രൈസ് തീരുമാനിക്കാനായിട്ട്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ചാനൽസ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് മക്കളെ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തിക്കാനുള്ള ഒരു പാത്വേ, പല മാർഗങ്ങളെയാണ് എന്താ പറയാ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. മെയിൻ ചാനൽ ഇതാണ്. ഏതൊക്കെയാണ്? ആദ്യം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ, അവിടെ നിന്ന് ഹോൾസെയിലർ, അവിടെ നിന്ന് റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തും, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമർ. ഇതാണ് നമ്മുടെ മെയിൻ ചാനൽ. അതായത് പ്രൊഡ്യൂസർ നേരിട്ട് കസ്റ്റമറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 0 ലെവൽ. അത് വരുന്നുണ്ട് സാറേ. നെക്സ്റ്റ് അടുത്തതാണ് മിഡിൽമെൻ. ഇനിയിപ്പോ വരുന്ന ഹോൾസെയിലർ ആയിക്കോട്ടെ, മിഡിൽമെൻ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. അവരെന്ത് ചെയ്യും, ആദ്യം പ്രൊഡക്റ്റ് സോർട്ട് ചെയ്ത് വെക്കും. പിന്നെ എന്താണ്, പ്രൊഡക്റ്റ് അക്യൂമുലേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. പ്രൊഡക്റ്റ് അലോക്കേഷൻ ഓരോ പാക്കറ്റ്സ് ഒക്കെ ആയിട്ട് മാറ്റും. അതുപോലെ അസോർട്ട് ചെയ്യും. പിന്നെ എന്താണ്, പ്രൊഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കും. ഇതാണ് മിഡിൽമെൻസിന്റെ ഫംഗ്ഷൻസ് പറയുന്നത്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ടൈപ്സ് ഓഫ് ചാനൽസ് വരുന്നുണ്ട്. മാനുഫാക്ചർ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാം. റീറ്റെയിലേഴ്സ് വരെയാണെങ്കിൽ 1 ലെവലാണ്. ഹോൾസെയിലർ റീറ്റെയിലർ ആണെങ്കിൽ 2 ലെവലാണ്. ഹോൾസെയിലറും ഏജന്റും റീറ്റെയിലറും ഉണ്ടെങ്കിൽ അതാണ് 3 ലെവലാണ്. കൺസ്യൂമർ വരെ. നെക്സ്റ്റ് അടുത്തത് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചോയ്സ് ഓഫ്. ഇതിൽ ഏത് ചാനൽ വേണം തീരുമാനിക്കുന്നത് ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. ഫസ്റ്റ് എന്താണ്, നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ എന്താണ് ഡയറക്റ്റ് ചാനൽ നല്ലത്, കൺസ്യൂമർ ആണെങ്കിൽ ഇൻഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇനി പെരിഷബിൾ ആണെങ്കിലോ ഡയറക്റ്റ് യൂസ് ചെയ്യാം, നോൺ പെരിഷബിൾ ആണെങ്കിൽ ഡയറക്റ്റ് നോൺ പെരിഷബിൾ ആണെങ്കിൽ ഇൻഡയറക്റ്റ്. ഇനി കമ്പനിയുടെ കാറ്റർ അനുസരിച്ച് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഓഫ് കൺട്രോൾ ഉള്ള കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചാനൽ ചൂസ് ചെയ്യാം. ഇനി കോമ്പറ്റീറ്റേഴ്സിന്റെ ഫാക്ടേഴ്സും മാർക്കറ്റ് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്തിട്ട്. അതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? അതായത് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഫിസിക്കലി മൂവ് ചെയ്യണം. ഓക്കെ, പ്ലേസ് ടു പ്ലേസിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ വേണം. ഓക്കെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പോണൻസ് ആണ് നെക്സ്റ്റ് അടിയിൽ ഉണ്ടാവും. ഓർഡർ സ്കിപ്പ് ചെയ്ത് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ടോപ്പിക് ഒക്കെ വേണമെങ്കിൽ കളഞ്ഞോ, പക്ഷേ ചാപ്റ്റർ കളയരുത്. ഏതാ സ്കിപ്പ് ചെയ്യേണ്ടത്? നിനക്ക് ഏതാ സ്കിപ്പ് ചെയ്യണ്ടേ? ഡയറക്റ്റ് ചാനലും ഏത് ഫാക്ടറാ? ബാക്കി എല്ലാം പഠിക്കുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തല്ലോ സാറേ. ബാക്കി എല്ലാം പഠിക്കുകയാണെങ്കിൽ, കാരണം ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ബാക്കി എല്ലാം പഠിക്കോ നീ? പിന്നെ കുഴപ്പമില്ല, ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊന്നും പഠിച്ചിട്ട് കുഴപ്പമില്ല. പബ്ലിക് റിലേഷൻ പബ്ലിസിറ്റി ചോദിക്കണം. പബ്ലിക് റിലേഷൻ എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ബാക്കി കാര്യങ്ങൾ വേണ്ട ചോദിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഇനി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് മക്കളെ? ഇത് ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ട് ചോദിക്കും. ഓർഡർ കൊടുക്കണം ആദ്യം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി ഗുഡ്സ് എത്തിക്കണം, വെയർഹൗസിൽ സൂക്ഷിക്കണം, ഇൻവെന്ററി കൺട്രോൾ ചെയ്ത് നോക്കണം. കമ്പോണന്റ് ആണ് കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊമോഷൻ മിക്സ്. മക്കളെ മാർക്കറ്റിംഗ് മിക്സും പ്രൊമോഷൻ മിക്സും ഡിഫറെന്റ് ആണ്. മാർക്കറ്റിംഗ് മിക്സിലാണ് എന്ത് വരുന്നത്, പ്രമോഷൻ വരുന്നത്. പ്രമോഷനിൽ എന്തുണ്ട്, പ്രമോഷന്റെ 4 ടൂൾസ് ഉണ്ട്. അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി. നമ്മൾ എന്താ ഒരു പെയ്ഡ് ഫോം ഓഫ് പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ പ്രൊഡക്റ്റിന് ഒരു മാക്സിമം എന്താ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ പേഴ്സണലി പ്രസന്റേഷൻ ആണ് എന്താ പറയാ അഡ്വർടൈസ്മെന്റ്. ഫേസ് ടു ഫേസ് സെല്ലറും നേരിട്ട് കൊണ്ട് പ്രൊഡക്റ്റ് വിൽക്കുന്ന രീതിയാണ് പേഴ്സണൽ. സൺഡേ ഹോളിഡേയിൽ നമ്മുടെ അപർണ ബാലമുരളിയും പേഴ്സണൽ സെല്ലിംഗ് ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് മൂന്നാമതാണ് സെയിൽസ് പ്രൊമോഷൻ. അടുത്തത് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ രജിത് സാറ് ഷർട്ടൊക്കെ വിളിക്കുന്ന അറിയോ, ക്ലിയറൻസ് സെയിൽസ് വരുമ്പോ 199 രൂപയ്ക്ക് അതെന്നെ പരിപാടി സാർ മനസ്സിലായില്ലേ? ഗെറ്റ് 1 ബൈ 1 ഓഫർ
20% ഡിസ്കൗണ്ട്. ഇത് കാണില്ലേ മക്കളെ, നമ്മൾ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. ഇതിന് ടൂൾ പഠിക്കാൻ ടെക്നിക്സ് പഠിക്കാൻ ഉണ്ട്. നെക്സ്റ്റ് അടുത്ത പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മള് മനഃപൂർവ്വം സൃഷ്ടിക്കാണ്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒരു മീഡിയ എടുത്തിട്ട് എന്താണ് ആ മീഡിയ വഴി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ കമ്പനിയെ കുറിച്ചോ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പബ്ലിസിറ്റി. സിനിമയൊക്കെ നമുക്കറിയാം പബ്ലിസിറ്റിയുടെ സിനിമ. അതുപോലെ ബോച്ച മറ്റേ റൺ കേരള റൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു സാറേ, അതുവഴി അയാൾ പബ്ലിഷ് ചെയ്തത് പബ്ലിസിറ്റി. ഉണ്ടാക്കി പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫേമിനാണെങ്കിൽ ഗുഡ് വില്ല് കൂട്ടും, അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂട്ടാം, പ്രൊഡക്റ്റുകൾ അറിയാൻ പറ്റും. ഇനി കസ്റ്റമേഴ്സിനാണെങ്കിൽ ബെറ്റർ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, യൂസസ് അറിയാൻ പറ്റും. ഇപ്പൊ സൊസൈറ്റിക്ക് ആണെങ്കിലോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ പ്രസ്, റേഡിയോ അതിനൊക്കെ എന്താണ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യും, പിന്നെ മിസ്ലീഡ് ചെയ്യും, പറ്റിക്കും നമ്മളെ അല്ലെ. മോണോപ്പൊളി ഓഫ് ബ്രാൻഡ്, ഒരു ബ്രാൻഡിന്റെ മാത്രം കുത്തക ഉണ്ടാക്കി വെക്കും. അതുപോലെ എന്താണ് ഇൻഫീരിയർ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. സെയിൽസ് കൂട്ടും, റിലേഷൻഷിപ്പ് ഉണ്ടാക്കും, അതുപോലെ എന്താണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് വാണ്ട്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എഴുതാൻ പറ്റും. ഇംപേഴ്സണൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ ഇംപേഴ്സണൽ ഫോം ആണ്. ഇത് അങ്ങനെയല്ല, പേഴ്സണൽ ഫോം ആണ്. ട്രാൻസ്മിഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് മെസ്സേജസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓരോപോലെ ഇവിടെയല്ല, ഓരോ കസ്റ്റമേഴ്സിന്റെ അനുസരിച്ച് മെസ്സേജ് മാറിക്കൊണ്ടിരിക്കും. ഇത് ഫ്ലെക്സിബിൾ അല്ല. ഇതാണെങ്കിലോ ഇത് ഹൈലി പറഞ്ഞത് മാറ്റിക്ക് പറയാം നമുക്ക് വേണമെങ്കിൽ. അറിയാലോ ഒരു ടിവിയുടെ പരസ്യം കാണിച്ച മാസ് ഓഫ് ആളുകളിലേക്ക് ഒരേ സമയത്ത്. ഇത് അങ്ങനെയല്ല, ഒരു സമയം ഒരാൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോസ്റ്റ് പെർ പേഴ്സൺ ഇസ് വെരി ലോ. നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെന്റ് ചെലവാക്കുന്ന പൈസ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് പരസ്യം എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു സമയം ഒരാളെ മാത്രം എത്തിക്കാൻ പറ്റുന്നു, അപ്പൊ കോസ്റ്റ് പെർ പേഴ്സൺ വരുന്നത് കൂടുതലാണ്. സെയിൽസ് പ്രൊമോഷൻ. അത് പറയുന്നതിന് മുൻപ് സെയിൽസ് പ്രൊമോഷൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം കിട്ടിയേക്കും സാറേ. സെയിൽസ് പ്രൊമോഷൻ ആദ്യം കാണിച്ചു സാറേ, അതിന്റെ ടെക്നിക്സ്. മക്കളെ ഒരു സെയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടെക്നിക്ക് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ റിബേറ്റ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെ. റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്, ഫ്രീ ഗിഫ്റ്റ്, ക്വാണ്ടിറ്റി ഗിഫ്റ്റ് ഒക്കെ. ഫസ്റ്റ് റിബേറ്റ് പറയാലേ, നമ്മളൊരു സ്പെഷ്യൽ പ്രൈസിൽ ഇപ്പൊ 99 ഡിസ്കൗണ്ട് അല്ല, റിബേറ്റ് മീൻസ് എന്താണ്, ഓഫറിംഗ് എ സ്പെഷ്യൽ പ്രൈസ്. സ്റ്റോക്ക് ക്ലിയറൻസ് ഒക്കെ വരുമ്പോൾ 299 രൂപയ്ക്ക് രണ്ട് പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് വില കുറച്ച് കൊടുക്കാം. 999 രൂപയ്ക്ക് വില കൊടുക്കില്ല. അതാണ് റിബേറ്റ്. അടുത്ത ഡിസ്കൗണ്ട്, അത് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് MRP-നെക്കാട്ടും കുറച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാം. വാങ്ങി കഴിയുമ്പോൾ നമ്മൾ പറയാണ് 100 രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് 90 രൂപയ്ക്ക് തരാം, ഡിസ്കൗണ്ട് കൊടുക്കില്ല ബില്ലിംഗ് ടൈമില്. അതാണ് ഡിസ്കൗണ്ട്. അടുത്ത റീഫണ്ട്. ഇപ്പൊ എന്തെങ്കിലും കിക്കാറ്റിലൊക്കെ ഉണ്ട് ക്യാഷ് ബാക്ക് ഓഫർ കൊടുക്കും. എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ, ഒരു കോഡ് കാണിക്കുകയാണെങ്കിൽ കൊടുത്ത പൈസയുടെ പകുതി നമുക്ക് തിരിച്ചു കിട്ടും. സ്കാൻ ചെയ്താൽ പകുതി കിട്ടും. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഒപ്പം പേസ്റ്റ് വാങ്ങുമ്പോൾ ബ്രഷ് ഫ്രീ കിട്ടാം, സന്തൂറിന്റെ സോപ്പ്, പേന കിട്ടാം. പണ്ട് ലെക്സ് വാങ്ങിയപ്പോ ഗോൾഡ് കോയിൻ കിട്ടും. സാർ കിട്ടിയ പണ്ട് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ ലെക്സ് വാങ്ങുന്ന ഗോൾഡ് കിട്ടി. ക്വാണ്ടിറ്റി ഗിഫ്റ്റ്. ക്വാണ്ടിറ്റി 50 ഗ്രാമിന്റെ പാക്കറ്റിൽ ചിലപ്പോ 10 ഗ്രാം എക്സ്ട്രാ ഉണ്ടെന്ന് പറയും. സാർ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. പുള്ളിക്കാരൻ ആവശ്യത്തേക്ക് പോകാറുള്ളൂ. ഇതുപോലെ ഓഫറൊക്കെ ഉണ്ടാവാറ്. അടുത്താണ് സാമ്പിള്. അത് സിമ്പിൾ ആണ് മക്കളെ. സാമ്പിൾ എവിടെ കിട്ടിയാലും തൃശ്ശൂര് അനിസാർ പോകാറുണ്ടല്ലേ, എക്സിബിഷന് പോയി കഴിഞ്ഞാൽ കിട്ടും. അച്ചാറ് അലുവ മേടിക്കണം, അങ്ങനെയാണ്. അച്ചാറ് സാമ്പിൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാം. അതാണ് സാമ്പിൾ. സാർ ഈ കയ്യിലും മേടിക്കും, ഈ കയ്യിലും മേടിക്കും, ഒരു കുപ്പിയിലാക്കും. സാമ്പിൾ വാങ്ങുമ്പോൾ മാത്രമേ പോവാറ്. അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സെയിൽസ് പ്രൊമോഷൻ ക്ലിയർ അതിന് വേണമെങ്കിൽ മെറിറ്റ് വേഗം രക്ഷപ്പെട്ടല്ലേ. നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കി എഴുതാം. ഗെറ്റ് 1 ബൈ 1 ഓഫർ അല്ലെ. അതുപോലെ തന്നെ റീഫണ്ട്, എക്സസ് റീഫണ്ട് ഒക്കെ പറയാൻ ഫസ്റ്റ് വേണമെങ്കിൽ എന്താണ്, നമ്മൾ എവിടെ കണ്ടാലും ഈ സംഭവങ്ങളുടെ അട്രാക്ട് ചെയ്യാൻ പറ്റും, പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈസിയായിട്ട് ഇൻട്രൊഡ്യൂഷൻ ചെയ്യാം, സെയിൽസ് കൂട്ടാം, പിന്നെ കസ്റ്റമേഴ്സിനാണെങ്കിലോ പൈസ കുറവിൽ സാധനം മേടിക്കാൻ പറ്റും. ഫസ്റ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് എന്തോന്നും ഇതിന്റെ ക്വാളിറ്റി പഴയതൊക്കെ എനിക്ക് എടുത്ത് വെക്കണം. സോപ്പൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും സാർ മേടിക്കുന്നല്ലോ, അത് കൊള്ളൂല, ക്വാളിറ്റി പോരാ. ക്വാളിറ്റി ഉള്ള എന്തിനും എന്തുണ്ട്, കോസ്റ്റ് ഉണ്ട് അല്ലെ സാറേ, അത് മനസ്സിലാക്കണം മക്കളെ. ക്വാളിറ്റി ഉള്ളതിനെ കോസ്റ്റ് ഉള്ളൂ.
ഇമേജ് പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒക്കെ ഇപ്പൊ നമ്മുടെ ആപ്പിളിന്റെ ഫോണൊക്കെ പൈസ പറഞ്ഞു കൊടുത്താ ഇമേജ് പോയില്ലേ ഡിമാൻഡ് പോയി ഇത്ര വില ഇത്ര ഉള്ളു അല്ലേ സാറേ? യെസ് ഓക്കെ. ഷോർട്ട് ടൈം ഇത് കുറച്ച് നാളത്തേക്ക് അല്ലെ, കുറച്ച് നാളത്തേക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് കൊടുത്താൽ കമ്പനിക്ക് നഷ്ടമായി പോകും. ഇനി വൺ വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. യെസ്. അപ്പൊ അതിന് മുമ്പ് പബ്ലിസിറ്റി പബ്ലിക് റിലേഷൻ വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മളുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാ, മറ്റുള്ള ഓർഗനൈസേഷൻ ചിലപ്പോൾ മീഡിയ ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ആകാം, അങ്ങനെ മറ്റുള്ള ഓർഗനൈസേഷൻ ആയിട്ട് നമ്മളുടെ കമ്പനി നല്ല റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പബ്ലിക് റിലേഷൻ. ഇമ്പോർട്ടന്റ് അല്ല, വായിച്ചിട്ടുണ്ട്. അതിന്റെ റോള് നോക്കാം. പ്രസ് റിലേഷൻസ്, പ്രൊഡക്റ്റ് പബ്ലിസിറ്റി, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ലോബിംഗ്, കൗൺസിലിംഗ് ഒക്കെ. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കേ. ഫൈൻഡ് ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള ഓഡ് വൺ ഏതാണ്? വെയിറ്റ്, പബ്ലിസിറ്റി, ഡിസ്കൗണ്ട്, റീഫണ്ട്. ശ്രദ്ധിച്ചവർക്ക് കിട്ടും, ശ്രദ്ധിച്ചവർക്ക് മാത്രം. ശ്രദ്ധിച്ചവർ പറയേണ്ട ആൻസർ ആരെ വിളിക്കാം? ഫഹാൻ അല്ലേ? ആൻസർ ഇടാം, വേഗം പറഞ്ഞു. പബ്ലിസിറ്റി ആണ് കൈസ് കാണിച്ചേ മക്കളെ. പബ്ലിസിറ്റി ആണ് കൈസ് കാണിച്ചേ. ആണോ? പബ്ലിസിറ്റി ആണോ? അടുത്ത് വിളിക്കാം സാറേ, അവൻ കൈ വീശുന്നില്ല. കറക്റ്റ് ആണ്. പബ്ലിസിറ്റി ഇസ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയെല്ലാം സെയിൽസ് പ്രൊമോഷന്റെ ടെക്നിക് ആണ്. അഭിഷേക് ടിആർ, മോനെ ടിആർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി വാങ്ങുന്ന ഫുഡ് ഏതാ? ന്യൂസ് പേപ്പർ, ജ്വല്ലറി, ടെലിവിഷൻ. ഓൾ ഓഫ് ദീസ്. ഏതാ ആൻസർ? അവനൊന്നും വാങ്ങാറില്ല. ഇതാണോ 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 ഇതാണോ? സൗണ്ട് ഇല്ല, അങ്ങനെ പറയും. കറണ്ട് പോയി. ഒന്നാമത്തെ ന്യൂസ് പേപ്പർ അല്ലേ? ജ്വല്ലറി ഒക്കെ മേടിക്കോ? ജ്വല്ലറി, ടെലിവിഷൻ നമുക്ക് ഇതിൽ പെടുത്താം. ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. ന്യൂസ് പേപ്പർ ആണെങ്കിൽ എന്താണ്? കൺവീനിയൻസ് പ്രൊഡക്ട്സ് ആണ്. യെസ്. അടുത്തത് മാർക്കറ്റിംഗ് മിക്സിലെ ഏത് എലമെന്റിലാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്? ഗദീജ. ഗദീജ ആൻസർ പറഞ്ഞോ. പ്ലേസ് ആണോ, പ്രൊഡക്റ്റ് ആണോ, പ്രൈസ് ആണോ, പ്രമോഷൻ ആണോ? മാർക്കറ്റിംഗ് മിക്സില് അഡ്വർടൈസിംഗ് വരുന്നത് എവിടെയാടാ? ഗദീജക്ക് ടെൻഷനായി. മാർക്കറ്റിംഗ് മിക്സിൽ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അഡ്വർടൈസ്മെന്റ് എവിടെയാ വരാ? മാർക്കറ്റിംഗ് മിക്സിലെ ഏത് എലമെന്റിലാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏത് എലമെന്റിലാണെന്ന് മാർക്കറ്റിംഗ് മിക്സിൽ എന്താലോചിക്ക്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. യെസ്. റോമൻ സാർ അത് അവന്തിക. അവന്തിക കൺഫ്യൂഷൻ. പ്രമോഷൻ കറക്റ്റ് ആൻസർ ആണ് മക്കളെ. അഡ്വർടൈസിംഗ് ചെയ്യുന്ന പ്രൊമോഷന് വേണ്ടിയല്ലേ? സിമ്പിള്. മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ്. എത്ര ചാപ്റ്റർ പഠിച്ചപ്പോ? 5 ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ മാർക്ക് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്താലോ? മക്കളെ, ഈ 5 ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ 5 ചാപ്റ്ററുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഓക്കെ, അർജുനെ ചോദിച്ചോ. ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്ന എങ്ങനെയാണ്? അപ്പൊ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇല്ലടാ, അത് എഴുതി വെക്കാം. അതിന്റെ 8 പോയിന്റ്സ് എഴുതി വെക്കണം. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ? 2019 അല്ലേ? ഇപ്പൊ അങ്ങനെ ചോദിക്കില്ലോ, ഞാൻ പറഞ്ഞത്. ഇവനാ 2020, 2019, 2018 ജനിക്കാത്ത വർഷത്തേക്ക് എടുത്തത്. നെഹലെ ആൻസിറ്റ് പറ. ഓൺ ദി ജോബും ഓഫ് ദി ജോബിന്റെ ട്രെയിനിങ് ഡിഫറൻസ് മാക്സിമം 3 മാർക്കിനെ ചോദിക്കുള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്ത് വെക്കുക? ഓൺ ദി ജോബ് ട്രെയിനിങ് എന്താണെന്ന് എഴുതി വെക്കുക, ഓഫ് ജോബ് എഴുതി വെക്കാം. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസും സോഴ്സ് എഴുതി വെക്കാം. മനസ്സിലായ? അത് ശ്രദ്ധിക്കുന്ന കാര്യം, ഓൺ ദി ജോബ് എഴുതുമ്പോൾ പ്രത്യേകം എഴുതാ, അത് ഓർഗനൈസേഷന്റെ ഉള്ളിലാണ്. ഓഫ് ദി ജോബ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓർഗനൈസേഷന് പുറത്ത്. ഇത് ലേണിംഗ് എന്താണ്?
വൈൽ ഡൂയിങ് ആണ്, എന്താണ് ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. ഏതൊക്കെ വരുന്ന എഴുതി വെക്കാം, മറ്റേ എഴുതി വെക്കാം, അങ്ങനെ 3 എഴുതി വെക്കാം. സിമ്പിൾ അല്ലേ? സെറ്റ് ആയില്ലേ? വരാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതെ, കുറച്ച് ബുദ്ധിയുള്ള കുറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. ഇടക്കുന്നുണ്ട്. ഓക്കെ, സാർ ഇന്ന് പ്രഡിക്ഷൻ ഉണ്ടാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ? നാളെ predict ചെയ്യാം. നാളെ പ്രഡിക്റ്റ് ചെയ്യാം. നാളെ പ്രഡിക്ഷൻ ഉണ്ട് ട്ടാ. ഇന്ന് മക്കള് പഠിച്ച് അല്ല ഇത്രയും പോർഷൻസ് പഠിച്ച് അയക്കും. 10 കൃത്യമായിട്ട് ആൻസർ ചെയ്തേക്കണം. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അയക്കും ട്ടോ. എന്താണ് പൈസ പറഞ്ഞോ? കോർഡിനേഷൻ എസൻസ് ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ആണ്, ഫീച്ചേഴ്സ് ആണ്. ഇമ്പോർട്ടൻസ് ആയതല്ലേ കേട്ടോ. ഇമ്പോർട്ടൻസ് അത് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, നാളെ പറയും കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷൻ അവസാനിപ്പിക്കാം സാറേ. ബൈ ബൈ, നന്നായിട്ട് പഠിക്കുക. നാളെ അല്ല, നന്ദു ചോദിച്ചു മോനെ.